ശങ്കരം ശങ്കരാചാര്യം ഈശ്വരോ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 47-ാം ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. ഇവിടെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനമായ 3 കാര്യങ്ങൾ. ഒന്ന് പറയുന്നത്, നിനക്ക് കർമ്മത്തിനാണ് അധികാരം, കർമ്മത്തിനാണ് യോഗ്യത. രണ്ടാമത് പറയുന്നത് എന്താണ്? ഫലത്തിൽ നിനക്ക് സ്വാതന്ത്ര്യമില്ല, നിയന്ത്രണമില്ല. അടുത്ത് പറഞ്ഞ എന്താണ്? ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും കർമ്മഫലത്തിന് കാരണക്കാരനാകാൻ പാടില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് വിശദമായി. എങ്ങനെ കർമ്മഫലത്തിന് കാരണമാകാതിരിക്കുന്നു? കർമ്മഫലം അനുഭവിക്കുന്നത് ജീവനാണ്. കർമ്മഫലം സുഖദുഃഖാനുഭവമാണ് മുഖ്യ കർമ്മഫലം. ആ സുഖദുഃഖാനുഭവത്തിന് ജീവന് സഹായകമായിരിക്കുന്നത് അഹംഭാവമാണ്. കർമ്മഫലത്തോട് ജീവനെ ബന്ധിപ്പിക്കുന്നത് അഹംഭാവമാണ്. അതുകൊണ്ട് അഹത്തിന്റെ ത്യാഗം, അഹന്തയുടെ ത്യാഗത്തിലൂടെ ഒരു കർമ്മയോഗി കർമ്മഫലത്തെ ഉപേക്ഷിക്കാൻ കഴിയും. കർമ്മയോഗി അനുഭവിക്കുന്ന കർമ്മഫലം വളരെ മൃദുവാണ്, മന്ദമാണ്. ആ കർമ്മഫലം കർമ്മയോഗിയെ അവശ്യം ഭാവിയായി വരുന്ന കർമ്മഫലം കർമ്മയോഗിയെ ബന്ധനത്തിന് കാരണമായി തീരുന്നില്ല. അതിന്റെ ഹേതുത്വം കർമ്മയോഗിയിൽ വരുന്നില്ല. അവിടെ അഹന്ത നശിപ്പിക്കുന്നുണ്ട്. അഹന്ത എങ്ങനെ കർമ്മയോഗി നശിപ്പിക്കുന്നു? ഞാൻ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈശ്വരൻ എന്ന് ചിന്തിക്കുന്നു. കർമ്മയോഗിയുടെ മനസ്സിൽ ഈശ്വരീയ ഭാവം അത് വളർന്നു വരുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കർമ്മബന്ധത്തെ അയാൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ കർമ്മഫല ഹേതുവാകില്ല എന്ന് പറഞ്ഞത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് കർമ്മയോഗി, ഒരു കർമ്മിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം, മുഖ്യമായ വ്യത്യാസം. ഒരു കർമ്മി
സാധാരണ ഒരു വ്യക്തി പ്രവൃത്തി ചെയ്യുന്നത് അയാളുടെ ആ പ്രവൃത്തിയുടെ ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ്. അസ്മയം കർമ്മയോഗി പ്രവർത്തിക്കുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കർമ്മത്തിന്റെ ഫലം അവശ്യം വന്നു ചേരേണ്ട ഫലങ്ങളെല്ലാം വന്നു ചേർന്നാൽ കർമ്മയോഗിക്ക് അത്തരം ഫലങ്ങളിലൊന്നും താല്പര്യമില്ല. കർമ്മത്തിന്റെ നിയമം അനുസരിച്ച് കർമ്മത്തിന് വരേണ്ട ഫലങ്ങളെല്ലാം വന്നു ചേരും. അതിനെ തടയാൻ കഴിയത്തില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർമ്മയോഗി കർമ്മത്തിന്റെ അവശ്യം ഭാവിയായി വരുന്ന അനന്തഫലങ്ങളെ തടയുന്നില്ല. ആ ഫലങ്ങളെല്ലാം വന്നു ചേരേണ്ടത് വന്നേ പറ്റൂ. പക്ഷെ കർമ്മയോഗി ഒരിക്കലും അത്തരം ഫലങ്ങളെ സ്വന്തമാക്കുന്നില്ല. പറഞ്ഞല്ലോ, ആ ഫലഭോക്താവാകുന്നില്ല, അല്ലെങ്കിൽ ആ ഫലങ്ങളുടെ ഗുണഭോക്താവാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കർമ്മഫലത്തിന് ഹേതുവാകുന്നില്ല എന്ന് പറഞ്ഞത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമാനുഷ്ഠാനം എന്ന് പറയുന്നത് ഈശ്വരാരാധനയാണ്. ഭാഷ്യകാരൻ തന്നെ പല ഭാഗങ്ങളും പറയും. കർമ്മയോഗി എന്തിന് കർമ്മം ചെയ്യുന്നു? ഈശ്വരാരാധനാർത്ഥം. ഈശ്വരാരാധനയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. ഈശ്വരാരാധന ആണ് കർമ്മയോഗിക്ക് കർമാനുഷ്ഠാനം. സാധാരണ പ്രവൃത്തി ചെയ്യുന്നവനോ ആ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ഉദ്ദേശിച്ച് അയാൾ ചെയ്യുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. രണ്ടു കൂട്ടർക്കും ഫലമുണ്ടാകുന്നു. കർമ്മയോഗി അഹന്തയെ ഉപേക്ഷിക്കുന്നു. ആ ഫലത്തെ തന്റേതാക്കുന്നില്ല. അങ്ങനെ തന്റേതാക്കാതെ വരുമ്പോഴാണത് പരാർത്ഥമായി തീരുന്നത്. കർമ്മയോഗി സ്വാർത്ഥമായി സ്വീകരിക്കുന്ന എന്താണ്? ചിത്തശുദ്ധി. അത് കർമ്മയോഗിക്ക് തന്നെ പ്രയോജനപ്പെടുന്നു. ബാക്കി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഫലങ്ങളും കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പരാർത്ഥമാണ്. അതായത് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഭൗതികമായ ഫലങ്ങൾ, താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഭൗതികമായ ഫലങ്ങളെല്ലാം പരാർത്ഥം. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു. താൻ അതിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്താണ്? ചിത്തശുദ്ധി മാത്രം. അപ്പോ ചിത്തശുദ്ധിക്ക് വേണ്ടി ഈശ്വരാരാധന രൂപത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അത്തരം ബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ. ചിത്തശുദ്ധി എന്നുള്ളതും അടുത്ത് പറയും. അടുത്ത ശ്ലോകത്തിന് വ്യാഖ്യാനത്തിൽ പറയും. ചിത്തശുദ്ധി എന്നുള്ളതും കർമ്മയോഗി ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹം വേണ്ട, അവിടെ അറിവ് മതി. കർമ്മയോഗിയെ കർമ്മയോഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് കർമ്മത്തെക്കുറിച്ചും കർമ്മഫലങ്ങളെക്കുറിച്ചുമുള്ള ബോധം മതി. അതിന് ഒരു ഭാഗത്തും ആഗ്രഹം വേണ്ട. ആഗ്രഹത്തിനനുസരിച്ചല്ല ഫലം ഉണ്ടാകുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഫലത്തിന് ആഗ്രഹം കാരണമായി തീരുന്നത് വേദം വിധിച്ചിട്ടുള്ള കർമ്മങ്ങളിലാണ്. സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ കർമ്മങ്ങളിൽ ചിത്തശുദ്ധി പോലെയുള്ള ഫലങ്ങൾക്ക് അവിടെ കാമന കാരണമല്ല. അതുകൊണ്ട് കർമ്മയോഗി ചിത്തശുദ്ധി എന്നുള്ള ഫലത്തെയും കാമിക്കുന്നില്ല. പക്ഷെ കർമ്മയോഗിക്ക് കർമ്മപ്രേരകമായി നിൽക്കുന്ന എന്താണ്? അറിവാണ്, ആഗ്രഹമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തർക്കുത്തരമായിട്ട് ചില ചോദിക്കും. അപ്പോൾ നിഷ്കാമമായി എങ്ങനെ കർമ്മം അനുഷ്ഠിക്കാൻ പറ്റും? കാരണം ചിത്തശുദ്ധി ആഗ്രഹിച്ചിട്ടാണല്ലോ കർമ്മയോഗിയും കർമ്മം ചെയ്യുന്നു. അപ്പൊ അവിടെ ആഗ്രഹം വന്നല്ലോ എന്ന് പറയും. ഇല്ല, കർമ്മയോഗിയെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് വിവേകമാണ്, ആഗ്രഹമല്ല. വിവേകം മതി അവിടെ. അജ്ഞനായ ഒരുവനാണ് ആഗ്രഹം കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. കർമ്മയോഗി എപ്പോഴും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് ആഗ്രഹമല്ല, വിവേകമാണ്. വിവേകം കൊണ്ടും പ്രവർത്തിക്കും. എന്തുകൊണ്ട്?
കർമ്മയോഗി കർമ്മത്തിന്റെ നിയമത്തെ മനസ്സിലാക്കുന്നു. കർമ്മ അനുഷ്ഠാനം യോഗാത്മകമാകുമ്പോൾ അത് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. ആ ചിത്തശുദ്ധിക്ക് കാമന കാരണമല്ല. അതുകൊണ്ട് ചിത്തശുദ്ധി ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നിയമം മനസ്സിലാക്കിയാൽ മതി. കർമ്മയോഗിയുടെ പരമമായ ലക്ഷ്യം എന്താണ്? ചിത്തശുദ്ധി, ജ്ഞാനപ്രാപ്തി, സംസാര നിവൃത്തി. ഇതൊക്കെയാണ്. ഈ തത്വങ്ങൾ ശരിയായി ബോധിക്കുമ്പോൾ അയാൾ ആ അറിവ് മാത്രം മതി അയാൾക്ക് കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു. അറിവും ഇച്ഛയും പ്രവൃത്തിയും വരുന്നത് എന്താണോ അത് സാധാരണ ലൗകികമായ കർമ്മങ്ങളെ കുറിച്ചാണ് ആ നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയും അതുപോലും ആഗ്രഹിക്കാതെ എന്ന് പറയുമ്പോൾ അത്തരം ഒരു ആഗ്രഹം പോലും ഇവിടെ അപ്രസക്തമായി തീരുന്നു. അതാണ് ഇവിടെ പറയുന്ന കർമ്മയോഗത്തിന്റെ മഹത്വം, അതിന്റെ സവിശേഷത. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ഈ കർമ്മയോഗത്തെ പല വ്യാഖ്യാതാക്കളും പല തലത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പല തരത്തിലും ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെ വളരെ ഗൗരവമായിട്ടെടുക്കുന്ന ഒരാള് ഇതിനോട് എന്ത് സമീപനമാണ് വേണ്ടത്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? നമ്മൾ നിൽക്കുന്ന മണ്ഡലം കർമ്മത്തിന്റെ മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഗൗരവത്തോടുകൂടി സമീപിക്കുമ്പോൾ ഇതിനുള്ള എന്ത് മനോഭാവമാണ് വേണ്ടത്? അതാണ്. അപ്പോൾ അത് ഇത്രയും വിവേകമെല്ലാം ആർജിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇത് ചെയ്യണമോ, ഇത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചിലർക്ക് ചിന്ത വരാം. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കർമ്മം അനുഷ്ഠിക്കുക, അതായത് കർമ്മത്തെ യോഗാത്മകമായി അനുഷ്ഠിക്കാതിരിക്കുക, കർമ്മത്തിൽ യോഗം കൊണ്ടുവരാതെ അനുഷ്ഠിക്കുക, സാധാരണ ഇന്നുവരെ അനുഷ്ഠിച്ചു വന്നതുപോലെ അനുഷ്ഠിക്കുക. അത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അത് സഹജമായി ചെയ്തു വരുന്നതാണ്. സഹജമായി ചെയ്തു വരുന്ന ഒരു കർമ്മവും ആരും പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് പക്ഷിമൃഗാദികളെയൊന്നും നമുക്ക് ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യം വരാത്തത്. പക്ഷിമൃഗാദികൾ സഹജമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ശാസ്ത്രജ്ഞാനം ആവശ്യമില്ല. ആ നിലയിൽ ആണ് ഇത് വലിയ പ്രയാസമാണ് എന്ന് ചിന്തിച്ചാൽ പിന്നെ അതുപോലെ തന്നെ ജീവിക്കേണ്ടി വരും. അവിടെ പിന്നെ ശാസ്ത്രത്തിന്റെയും ഒന്നും സഹായം ആവശ്യമില്ല. സഹജമായി തോന്നുന്നതനുസരിച്ച് പ്രവർത്തിച്ചോളുക. അപ്പോൾ മനുഷ്യരിൽ ഭൂരിപക്ഷവും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷിമൃഗാദികൾക്ക് സഹജമായാണ്. അപ്പൊ അവരുടെ മുമ്പിൽ അവിടെ ഈ ശാസ്ത്രം ഒരു വിഷയമാണ്. അത്തരക്കാരെ നമുക്ക് ഒഴിവാക്കിയേ ഈ ശാസ്ത്ര ചർച്ച പറ്റത്തുള്ളൂ. ആചാര്യസ്വാമികൾ ഇത് പറയുന്നുണ്ട് സ്പഷ്ടമായി തന്നെ. അത്തരം പാമരന്മാരെ ഒഴിവാക്കുക. ഈ പറയുന്ന ഇത്തരം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ വിലപ്പോവില്ല. അപ്പൊ ഇത് അസാധ്യമാണ്, ഇത് പറ്റാത്തതാണ് എന്നൊരാളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ രംഗം വിട്ടുപോകുക, വേദി വിട്ടുപോകുക. അതല്ല വേറെ വഴിയില്ല. അവർക്ക് പറ്റിയ വഴി നോക്കുക. സാധാരണ എല്ലാവരും അതാണ് ചെയ്യുന്നത്, അതിനാണ് ഒരുമ്പെടുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്ന എന്താണ്? അടുത്ത് മാതേ സങ്കോസ്ത കർമ്മണി. ഒന്നുകിൽ സഹജമായി പ്രവൃത്തി ചെയ്യുക, യോഗം വേണ്ട.
അവിടെ അകർമ്മത്വം വരുന്നില്ല, കർമ്മമുണ്ട്. അത് ഞാൻ പറഞ്ഞത് നേരത്തെ. പക്ഷെ മൃഗാദികൾ ജീവിക്കുന്ന പോലെ ജീവിക്കുക. ഉപനിഷത്തിൽ പറയും ജായസ്വ മ്രിയസ്വ. അതും ഒരു സ്ഥാനമാണ്, ജന്മത്തിലുള്ളതാണ്. ജനിക്കുക, മരിക്കുക, അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് എവിടെയായാലും അതിപ്പോൾ ആശ്രമത്തിൽ വന്നു എന്ന് വിചാരിച്ച് അതിന് മാറ്റമൊന്നും വരത്തില്ല, എല്ലായിടത്തും ഉണ്ട്. സമൂഹത്തിലുമുണ്ട്, ആശ്രമത്തിലുമുണ്ട്. അപ്പോ അവർക്ക് വേറെയാണ് സ്ഥാനം. ജായസ്വം റിയസ്വം അങ്ങനെ പോകും. ഒരാൾ ആശ്രമത്തിലേക്ക് വന്നു കൊണ്ടാണ് ആധ്യാത്മികതയിലേക്ക് വന്നു എന്നൊന്നും അർത്ഥമാണ്. ആശ്രമത്തിൽ കഴിയുന്നവരെക്കാളും നല്ല ആധ്യാത്മികമുള്ളവർ പുറത്ത് കാണും, വീട്ടിൽ കാണും. അതൊക്കെ സ്വാഭാവികമാണ്. അല്ലെങ്കിൽ സഹജമായി അവനവന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുക, സഹജമായ പ്രേരണ അനുസരിച്ച് പക്ഷിമൃഗാദികളെ പോലെ ജീവിക്കുക. ഇനി മൂന്നാമത് വരുന്നതാണ് ഇവിടെ. ഇപ്പൊ അർജുനൻ സ്വീകരിക്കാൻ വരുമ്പോട്ട് എന്താണ്? അകർമ്മം. കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങുക. അത് അപകടമാണ്, അതേറ്റവും അപകടമാണ്. കർമ്മിയേക്കാൾ അപകടമാണ് ഈ അകർമ്മം. അതിൽ താല്പര്യം ഉണ്ടാകരുത് എന്നാണ് അർജുനനോട് പറയുന്നത്. അതേറ്റവും അപകടം പിടിച്ച കാര്യമാണ്. അതായത് കർമ്മയോഗത്തിലേക്ക് വരാമെന്നുള്ള ഒരാൾക്ക് സംഭവിക്കാമെന്നുള്ള ഒരു അപകടമാണ് ഈ അകർമ്മം. അത് കേവല കർമ്മിയേക്കാളും അപകടമാണ്. കേവല കർമ്മിക്ക് എന്താണ് സംഭവിക്കുന്നത്? വെറും ലൗകികമായ കർമ്മങ്ങൾ സഹജവാസന അനുസരിച്ചാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ച് ദോഷങ്ങളൊന്നുമില്ല, പുണ്യപാപങ്ങളില്ല. അവിടെ ഒരു കൂട്ടർ ശാസ്ത്രവിധിയനുസരിച്ച് കർമ്മം ചെയ്യുന്നു, പുണ്യത്തിന് വേണ്ടി. അവിടെ പുണ്യം സഞ്ചയിക്കുന്നു, അവർക്ക് പുണ്യലോകങ്ങളുണ്ടാവുന്നു, വീണ്ടും തിരിച്ചു വരേണ്ടി വരുന്നു. അതൊരു കൂട്ടർ. വേറെ കൂട്ടർ സഹജമായി കർമ്മം ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. അവനവന്റെ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ വേറൊരു കൂട്ടർ. അവരെ സംബന്ധിച്ചും പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല, പുണ്യമില്ല, പാവമില്ല, മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു. ഇനി വേറെ കൂട്ടർ എന്ത് ചെയ്യുന്നു? കർമ്മയോഗത്തിലേക്കും മറ്റും വരുന്നു. അങ്ങനെ വരുന്നവരിൽ ആണ് ഈ അകർമ്മം വരുന്നത്. പ്രസക്തിയുള്ളിടത്തെ നിഷേധം വരും എന്നാദ്യം പറഞ്ഞതാണ്. അതായത് കർമ്മത്തിനോട് വിമുഖത വരുന്നു, അതാണ് അകർമ്മം. കർമ്മം ചെയ്യാൻ താല്പര്യമില്ല. അത് ഭ്രമം കൊണ്ടുവരാം, വിപരീയ ബുദ്ധി കൊണ്ടുവരാം, അങ്ങനെ വരാം. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. അർജുനന് സംഭവിച്ചതുപോലെ. അർജുനന് പെട്ടെന്ന് കർമ്മത്തിൽ നിന്നൊരു വിടുതലുണ്ടായി. കർമ്മത്തെ സന്യസിച്ചു പെട്ടെന്ന്. ഇതാണ് അകർമ്മം. കർമ്മരംഗത്തേക്ക് വന്നതാണ്. അവിടെ പെട്ടെന്ന് കർമ്മത്തെ വിട്ടുകളയുക. കർമ്മയോഗ വാസ്തവത്തിൽ അർജുനൻ ഇവിടെ ചെയ്യേണ്ടത് കർമ്മയോഗമാണ്. അതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പൊ കർമ്മയോഗം പ്രവർത്തിക്കേണ്ട ആള് കർമ്മത്തെ തേച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. ഇവിടെ ഏറ്റവും വലിയ അപകടം എന്താണ്? വികർമ്മത്തിലേക്ക് പോകും. അടുത്തിന് ചർച്ച ചെയ്യും. വിരുദ്ധ കർമ്മത്തിലേക്ക് പോകും. അതാണ് അപകടം. സഹജമായ കർമ്മങ്ങൾ ചെയ്തില്ല, പുണ്യകർമ്മങ്ങൾ ചെയ്തില്ല, അകർമ്മത്തെ സ്വീകരിക്കുന്നുകൊണ്ട് വികർമ്മത്തിലേക്ക് പോകുന്നു, നാശത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് പറയുന്നു മാതേ സംഘഹാസു, അതിൽ നിനക്ക് താല്പര്യം വരരുത്. കർമ്മയോഗത്തിലേക്ക് വരുന്നയാള് അകർമ്മത്തിലേക്ക് പോകുന്നതിന് എന്താണ് കാരണം? പ്രധാനമായിട്ടും കർമ്മയോഗത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ്. അയാൾ കർമ്മത്തെ അയാളൊരു ഭാരമായി കാണുന്നു. അല്ലെങ്കിൽ അയാൾ പലപ്പോഴും കർമ്മത്തെ തിരിച്ചറിയുന്നില്ല.
കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം അയാളുടെ മുമ്പിലുണ്ട്. കർമ്മത്തെ അയാൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അയാളുടെ മുമ്പിൽ തന്നെ അയാളുടെ കർമ്മം എപ്പോഴും കാണും. പറഞ്ഞല്ലോ, അത് മാതൃത്വം പോലെയാണ്. അയാൾ കർമ്മത്തെ കൊണ്ടാ വന്നിരിക്കുന്നു. താൻ അന്വേഷിക്കേണ്ടതായ കർമ്മത്തെയും കൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഒരാൾ ഒരിക്കൽ ചോദിച്ചു സത്സംഗത്തിൽ, സ്വാമി കർമ്മത്തെക്കുറിച്ചും കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നുള്ളതിനെ കുറിച്ചും പറയുന്നു. കർമ്മത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കിത്തരുന്നു. എന്റെ പ്രശ്നം അതല്ല, എന്റെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഞാൻ വളരെ കാലം പല ജോലി അന്വേഷിച്ച് നടന്നു, ചില ജോലികളൊക്കെ ചെയ്തു, എനിക്കതിനൊന്നും താല്പര്യമില്ലാതെ വന്നു. പിന്നെ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ വിവേകാനന്ദ സാഹിത്യം വായിച്ചുകൊണ്ട് പിന്നെ ആശ്രമത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്നെ ആശ്രമത്തിൽ എത്തിച്ചത് കർമ്മമല്ല, കർമ്മം ഇല്ലായ്മയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കർമ്മം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് വളരെ വിചിത്രമായി തോന്നുന്നു. കർമ്മം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തേ ഇല്ലായിരുന്നു. ചോദിച്ചാണ്. മാത്രമല്ല, ഇതൊക്കെ എങ്ങനെ പുറത്ത് പറയും? ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കർമ്മയോഗമല്ല, തൊഴിലില്ലായ്മയാണ്. മനുഷ്യൻ തൊഴിലില്ല, ചെയ്യാൻ പണിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൽ പോയിട്ട് കർമ്മയോഗം പറയുന്നത്? അപ്പൊ ആദ്യം അവർ പറയും, ആദ്യം തൊഴിലാ, പിന്നെ കർമ്മയോഗം പഠിപ്പിക്കും എന്ന് പറയും. അപ്പൊ അവിടെ ആ കർമ്മത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം അതാണ്. കാരണം നമ്മൾ കർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസ്കാരം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശ്രമത്തിൽ വെച്ച് നമ്മൾ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മളെ കർമ്മത്തെ നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ കർമ്മത്തെ അന്വേഷിച്ച് നടക്കുമ്പോഴും കർമ്മം നമ്മളെ ഒപ്പമുണ്ട്. ആ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തൊഴിലല്ല. നമ്മളൊരു തൊഴിൽ ആഗ്രഹിക്കുന്നതിന് വേണ്ടി അതൊരു ജീവന ഉപായമായിട്ടാണ്. ഒരാൾ തൊഴിൽ അന്വേഷിക്കുന്ന അയാൾ കർമ്മയോഗം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല. തൊഴിൽ അന്വേഷിക്കുന്നത് അയാൾക്ക് കാശ് വേണം, ജീവിക്കാനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്കാണ്. അയാളുടെ പിന്നിൽ എന്താണ്? ഒരു കാമനയാണ് അയാളത് പ്രേരിപ്പിക്കുന്നത്, ജീവിതാശയാണ്. അയാളെ സംബന്ധിച്ച് ജീവിതമോ ജീവിതത്തിന്റെ തത്വശാസ്ത്രമോ ഇത്തരം കാര്യങ്ങളോ ഒരു വിഷയമേ അല്ല. അവിടെ തൊഴിൽ അന്വേഷിക്കും, തൊഴിൽ കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ലെന്നിരിക്കും, അത് മറ്റൊരു വിഷയം. ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, അത് തൃതീയം സ്ഥാനം. അയാൾ സഹജമായ ആന്തരിക ചോദനകൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം അയാൾക്ക് ഒരിക്കലും ഒരു പഠന വിഷയമല്ല. അയാൾ സഹജമായ എന്തോ പ്രേരണകൾ അയാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു, ജോലി അന്വേഷിക്കുന്നു, അത് നേടുന്നു, കാശുണ്ടാക്കുന്നു, ജീവിക്കുന്നു. അവിടെ ഈ ഒരു കാര്യം അവിടെ ഒരു വിഷയമാകുന്നില്ല. അതാണ് അധ്യാത്മശാസ്ത്രത്തിന് അധികാരി കൊണ്ടെന്ന് പറയുന്നത്. ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലാകും എന്താണ് കർമ്മം തന്നോടൊപ്പം ഉണ്ട്. താൻ കർമ്മത്തെ അന്വേഷിച്ച് നടന്നപ്പോഴും തന്റെ മുമ്പ് കർമ്മം ഉണ്ടായിരുന്നു, തന്റെ കർമ്മം. അത് എന്താണ് കർമ്മമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ആ കർമ്മത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ അത്തരത്തിലുള്ളൊരു കർമ്മത്തെക്കുറിച്ചല്ല പറയുന്നു. ജനനാൽ തന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന കർമ്മങ്ങൾ, അതിനെ നമ്മൾ എപ്പോഴാണോ ആ കർമ്മത്തെ തിരിച്ചറിയുന്നത്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കർമ്മത്തെ, അതാണ് മുഖ്യം. ആ തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് നമ്മൾ കർമ്മയോഗിയായി മാറുന്നത്. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നമില്ല. കർമ്മം അയാളുടെ മുമ്പിൽ തന്നെ കാണും. ഉദാഹരണം ഇത് തന്നെയാണ്. ഇയാൾ വളരെ കാലം തൊഴിലില്ലാതെ അന്വേഷിച്ച് നടന്നു. അവസാനം ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ വന്നപ്പോൾ അവിടെ കർമ്മത്തിനുള്ള കുറവുണ്ടോ? തൊഴിലിന് അവിടെ വല്ല ദാരിദ്ര്യമുണ്ടോ? അല്ല, നമുക്ക് ചെയ്യാനുള്ള മടി മാത്രമേ ഉള്ളൂ.
കർമ്മം ഉണ്ടല്ലോ അവിടെ. അപ്പോ അയാളോട് പറഞ്ഞതാ ഇപ്പൊ ഇയാളുടെ മുമ്പിൽ കാണുന്നത് തന്നെയാണ് ഇയാളുടെ തൊഴിൽ. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയതോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോ ഇയാൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഇതാണ് എന്റെ കർമ്മം. ഏതെങ്കിലും സന്ദർഭത്തിൽ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവിടെ മുതൽ തന്നെ തുടങ്ങാമായിരുന്നു. അതിന് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഇതെന്റെ കർമ്മമല്ല. വീണ്ടും നമ്മൾ പറയുന്നത് എന്താണ്? വീണ്ടും അവിടെ നമ്മൾ അകർമ്മത്തിൽ അഭിമാനിക്കുകയാണ്. ഇതൊന്നും എന്റെ കർമ്മമല്ല. ഇത്തരം വിഭ്രമം സാധാരണ മനുഷ്യനേക്കാൾ കൂടുതൽ ഈ ആത്മീയ ജീവികൾക്കാണ്. അവരാണ് ഇതിനെ തിരിച്ചറിയാൻ വൈകുന്നത്. കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, കർമ്മത്തിന് നേരെ മുഖം തിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അതിന് കുറച്ച് അപക്വമായ അറിവ്, ആധ്യാത്മിക മാർഗത്തെക്കുറിച്ചുള്ള അസംസ്കൃതമായ അപക്വമായ അറിവ് അത് സഹായിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ കർമ്മത്തിൽ നിന്നും വിമുഖനാകുന്നത് അയാൾക്ക് യാതൊരു തരത്തിലുള്ള ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു വിവേകം മനസ്സിൽ സ്ഫുരിക്കുന്നേയില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടിത് കർമ്മത്തെ തിരിച്ചറിയുക, തന്റെ മുമ്പിൽ വരുന്ന കർമ്മങ്ങളെ സ്വീകരിക്കുക, അതിനനുഷ്ഠിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. ഒരാൾ കോത്ത് പണിയും പോലെ പണിയും, അത് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റും ഇയാൾ കർമ്മയോഗിയാണെന്ന്. നമ്മൾ വിളിക്കും കർമ്മയോഗിയാണ്. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഇട്ടുന്ന ഒരു പണിയെടുക്കുകയാണ്. അത് നല്ലത് തന്നെയാണ് ആ പണി. കാരണം ആലസ്യത്തിനും നിദ്രയ്ക്കൊന്നും വഴിപ്പെടാതെ അയാൾ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അത്രയുമായി. പക്ഷെ കർമ്മയോഗം അവിടെയില്ല. ഒരാൾ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. താൻ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ നിന്നും അയാൾ സ്വന്തം വിവേകം, അവിടെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അയാൾക്ക് സ്വയം തന്നെ അയാൾ തിരിച്ചറിയണം തന്നെ കർമ്മത്തെ. നമ്മൾ സാധാരണ പറയുമല്ലോ, കർമ്മത്തെ ഗുരു പറഞ്ഞു തരുന്നു. വാസ്തവത്തിൽ ഗുരുവും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും കർമ്മയോഗിക്ക് വിവേകം വേണം. ആ വിവേകം കൊണ്ട് അയാളെ കർമ്മത്തെ തിരിച്ചറിയണം. അതാണ് പ്രഥമം. അതും കഴിയാതെ വരുമ്പോഴാണ് പിന്നെ ഗുരുവിന് ഉപദേശിക്കേണ്ടി വരുന്നത്. അപ്പോൾ കർമ്മം നമ്മുടെ മുമ്പിൽ കാണുന്നത് തന്നെ നമ്മുടെ കർമ്മം. അപ്പോൾ ചോദിക്കും, നമ്മുടെ മുമ്പിൽ അധർമ്മം വന്നാലോ? അധർമ്മത്തെ തിരിച്ചറിയുന്നതിനുള്ള വിവേകം വേണം. അതാണ് വിവേകം എന്ന് പറയുന്നത്. അതുകൂടി വേണം. തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ധർമ്മമാണോ അധർമ്മമാണോ? അവിടെ അർജുനനോടത് പ്രത്യേകം പറയുന്നുണ്ട്. കാര്യാകാര്യ വ്യവസ്ഥിതിക്ക് നിനക്കങ്ങനെ ഒരു ധർമ്മബോധം വേണം. ആ ധർമ്മബോധത്തോടുകൂടി നോക്കുമ്പോൾ നമുക്ക് അധർമ്മത്തെ ഒഴിവാക്കാം. ഒഴിവാക്കി മുമ്പിൽ വരുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ഒരിക്കലും അത് അകർമ്മത്തിലേക്ക് വരരുത്. അകർമ്മത്തിലേക്ക് വരുന്നത് എന്താണ് പ്രേരിപ്പിക്കുന്നത്? തമസ്സാണ് പ്രേരിപ്പിക്കുന്നത്. തമസ്സിന്റെ ഫലമായി വരുന്ന ആലസ്യം, നിദ്ര തുടങ്ങിയ കാര്യങ്ങളാണ് പ്രേരിപ്പിക്കുന്നത്. ഒരാൾ പറയുന്നു, ഞാൻ യോഗിയാണ്, യോഗം പരിശീലിക്കുന്ന ആളാണ്, എനിക്ക് കർമ്മത്തിന്റെ ആവശ്യമില്ല, ഭക്ഷണം ഉണ്ടാക്കാനും മുറ്റമടിക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല, ഞാൻ യോഗം ശീലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അഷ്ടാംഗയോഗം ശീലിക്കുകയാണ്. ശരിയാണ്, അഷ്ടാംഗയോഗം ശീലിക്കുന്ന ആളിന് ഈ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ പ്രാധാന്യം ഇയാൾ അഷ്ടാംഗയോഗത്തിൽ തന്നെയാണോ ഇയാളുടെ നില എന്നുള്ളതാണ്. ആണെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാളുടെ കർമ്മം അത് തന്നെ. അത് തന്നെയാണ് അയാൾ തൽക്കാലം
സ്വീകരിച്ചിരിക്കുന്ന കർമ്മം. അപ്പോൾ അയാളുടെ മുഴുവൻ സമയവും ഈ അഷ്ടാംഗ യോഗത്തിൽ തന്നെ എന്നയാൾ ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ തന്നെ വരും ഒരു ഭാഗം കർമ്മത്തിന്റെ ഭാഗം. അവിടെയും പറയുന്നുണ്ട് എന്താണ്? ഈശ്വരാർപ്പണമായി പ്രവർത്തിക്കുക. അതിനുവേണ്ടി തന്നെ പതഞ്ജലി സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. സംയമം സ്വീകരിക്കുന്നതിന് ഈശ്വരാർപ്പണമായ കർമ്മം വേണമെന്ന് അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ താൻ യോഗിയാണ് എന്ന് പറഞ്ഞ ഒരാൾക്ക് കർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ചില പറയും അതല്ല, ഞാൻ ഭക്തനാണ്, ഭക്തിയാണ്, ഭക്തി രസായനം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കർമ്മം ആവശ്യമില്ല എന്ന് പറയും. അവിടെ ശ്രദ്ധിക്കണം, ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? എന്ത് രസായനം ആസ്വദിക്കുന്നു? ഭക്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാൾ എന്താ ചെയ്യുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിരിക്കും. കുറെ സമയം എന്തെങ്കിലും അഭിപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ബാക്കി സമയം മുഴുവൻ ഇയാൾ വ്യർത്ഥമായി കളയുകയായിരിക്കും. അങ്ങനെ വ്യർത്ഥമായി കളയുന്ന സമയം അവിടെയും വരും എന്താണ്? ഭക്തിയിലും വരുന്നുണ്ട്. ഭക്തിയിലും പറയുന്നത് എന്താണോ? ഈശ്വരാർപ്പണമായി പ്രവർത്തിക്കുക. ഭക്തനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല, കർമ്മയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പോൾ കർമ്മയോഗം ഭക്തിയുടെ പേരിലോ യോഗത്തിന്റെ പേരിലോ ത്യാഗത്തിന്റെ പേരിലോ ഒന്നും കർമ്മയോഗത്തിൽ നിന്നൊരുവന് ഒഴിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒഴിയുന്നതിനാണ് ഇവിടെ അകർമ്മം എന്ന് ഭഗവാൻ പറയുന്നത്. അതിൽ നിനക്ക് ഒരിക്കലും താല്പര്യം വരരുത് എന്ന് പറയുന്നു. പിന്നെ ചിലർ പറയും എന്താണ്, എത്രയോ വർഷമായിട്ട് കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി എനിക്കൊരു വിശ്രമം, റിട്ടയർമെന്റ്. ശരി, അത് ആവശ്യമാണ്. ഒരാൾ കൂടുതൽ കാലം പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു റിട്ടയർമെന്റ് കൊടുക്കുന്നത് അത് നല്ലത് തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുന്ന അത് കർമ്മയോഗത്തിന്റെ ഫലമാണെന്ന് പറയുന്നത്. എണ്ണയാട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, ചെക്കെന്ന് പറയുന്നു നാട്ടിലൊക്കെ. കാളയെ കെട്ടിയിട്ടാണ് അതടിക്കുന്നത്. എത്ര കാലം കാളയെ കെട്ടി അടിച്ചാലും ഒരിക്കലും കാളയ്ക്ക് ആ എണ്ണയുടെ ഗുണം പിടിയിട്ടത്തില്ല. അത് കാളയുടെ സ്വഭാവമാണ്. അതിനൊരിക്കലും എണ്ണയുടെ സ്വഭാവം ഗുണം എന്തെന്ന് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ 10 വർഷം 20 വർഷം ആശ്രമത്തിൽ സേവനം ചെയ്തെന്ന് വിചാരിച്ച് കർമ്മയോഗമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിട്ടയർമെന്റ് ആവശ്യമില്ല. അതും കർമ്മയോഗിക്ക് ആവശ്യമില്ല. പ്രവർത്തിക്കുന്നവന് അത് കൊടുക്കണം, വിശ്രമം കൊടുക്കണം, അത് വേറെ കാര്യം. അങ്ങനെയും അകർമ്മത്തിൽ പോകാൻ പാടില്ല. ഇനി ചിലർ പറയും, ഇപ്പോൾ ഈ കർമ്മയോഗം ഇതൊക്കെ പയ്യന്മാർക്കുള്ളൂ, നമ്മളിത്തിരി പ്രായമായി, ഇനി നമുക്കെന്തോന്ന് കർമ്മയോഗം. ചെറുപ്പക്കാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഗീതയിൽ കർമ്മയോഗം. വയസ്സായി കഴിഞ്ഞാൽ വല്ല പരദൂഷണമൊക്കെ പറഞ്ഞ് കഴിയേണ്ട സമയമാണ്. ഇപ്പൊ കർമ്മയോഗത്തിന് പോയാൽ ശരിയാവത്തില്ല. അങ്ങനെയും പറയുന്നവരുണ്ട്. അതും ഇവിടെ ശരിയാകും. പ്രായമായി വരുമ്പോഴാണ് ഇതിനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം വളരെ കഷ്ടത്തിലായിപ്പോകും. അവസാനം കഷ്ടത്തിലായില്ലെങ്കിലും വരുന്ന ജന്മം കൂടുതൽ കഷ്ടത്തിലാവും. പിന്നെ ആശ്രമത്തിൽ കയറാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഇപ്പോഴെന്തായാലും കയറിപ്പറ്റി, വരും ജന്മങ്ങളിൽ അതിനും അവസരം കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് അങ്ങനെ പ്രായത്തിന്റെ പേരിലും അകർമ്മത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെയും കർമ്മം വേണം. ഇതെല്ലാം വിട്ടിട്ട് ചിലർ ചോദിക്കും, ഇതൊന്നുമല്ല ജപധ്യാനാദികൾ, അത് മാത്രം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ, അതുകൊണ്ട് കർമ്മം വേണ്ട എന്നാണെങ്കിലോ? ചിലരങ്ങനെ പറയുന്നുണ്ട്.
അകർമ്മത്തിലേക്ക് എങ്ങനെയാണ് മനസ്സ് പോകുന്നതെന്ന് ഞാൻ പറയും. ഞാൻ ജപവും ധ്യാനവും എല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കർമ്മം ഒന്നുമില്ല അങ്ങനെ പറയും. വേറെ കർമ്മങ്ങളൊന്നുമില്ല. ഒറ്റമടിക്കുകയോ പശുവിനെ നോക്കുകയോ പാകം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റത്തരത്തിലുള്ള മറ്റ് ലൗകിക പ്രവർത്തനങ്ങളൊന്നുമില്ല. എപ്പോഴും ഞാൻ ജപധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവരുടെ ജപധ്യാനാദികൾക്കെല്ലാം ആഡിയൻസ് വേണം. ആഡിയൻസ് ഉണ്ടെങ്കിൽ ഒന്നുമില്ല. കാണാൻ ആളുണ്ടെങ്കിൽ ഇതെല്ലാം കാണും. ജപധ്യാനാദികളും മുഴുകിയിരിക്കുന്ന ഒരാളിനെ അതുകൊണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു മുറിക്കകത്ത് അടച്ചിടണം. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കും. എന്നിട്ടൊരു ഹോളിടണം. അത് പുറത്തുനിന്ന് നമുക്ക് നോക്കാൻ. എന്നിട്ട് അതിൽ കൂടെ നോക്കണം അതൊക്കെ എന്ത് പണിയാ ചെയ്യുന്നു. ആരാണോ ആശ്രമത്തിൽ ജപധ്യാനത്തിൽ മാത്രം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് അയാളെ ഇതുപോലെ ചെയ്തു നോക്കുക. നോക്കാൻ ഒരാളിനെ ഏർപ്പെടുത്തി നോക്കുക. എത്ര മണിക്കൂർ ജപിക്കുന്നു എന്നാണ്. പക്ഷെ ഇതറിയരുത് പുറത്താൾ നോക്കുന്നു എന്നുള്ളത്. നോക്കുന്നു എന്നുള്ളവർ പറഞ്ഞാൽ ആളെപ്പോഴും പത്മാസനത്തിലായിരിക്കും. പിടിക്കാനൊക്കത്തില്ല. അപ്പോൾ കർമ്മത്തിൽ നിന്ന് ഒഴിയാനുള്ള ഒരു ഉപായമാണ്. ചോദിക്കുന്നു, അപ്പോൾ ജപധ്യാനത്തിൽ ഒരാൾ മുഴുകിയിരിക്കുകയാണെങ്കിലും അയാൾ മുമ്പിൽ കർമ്മം കാണത്തില്ല. കർമ്മം അങ്ങോട്ട് ചെല്ലത്തില്ല. അയാളെ സംബന്ധിച്ച് അവിടെ കർമ്മം ഇല്ല. അത് ശരിയാണ്. ഒരാളെ ജപധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ കർമ്മം അവിടെ കാണത്തില്ല. അയാളുടെ മുമ്പിൽ കർത്തവ്യം വരത്തില്ല. അവിടെ അകർമ്മം വരത്തില്ല. അയാൾ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള ഒരാളിനെ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. സ്വയം വരത്തുമില്ല. പക്ഷെ അത് യഥാർത്ഥത അതായിരിക്കണം. എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിലരങ്ങനെ മുറിക്കകത്ത് കയറി അടച്ചിരിക്കും. വിഷാദ രോഗത്തിന്റെയും മറ്റും അടയാളമാണത്. അത് സൂക്ഷിക്കണം. യോഗിയാണെന്നും പറഞ്ഞ് മുറിക്കകത്ത് അടച്ചിരുത്തരുത്. ആരംഭത്തിലാണെങ്കിൽ ചികിത്സിച്ചാൽ മാറുമില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അകർമ്മത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി ചിലർ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ആശ്രമത്തിൽ വന്നു, ബ്രഹ്മചാരിയായി, പിന്നെ അവസാനം സന്യാസിയായി. ഏറ്റവും അപകടം പിടിച്ച ഒരവസ്ഥയാണ്. വേഷമൊക്കെ മാറി. അപ്പൊ ഇനി കർമ്മമൊന്നുമില്ല. അങ്ങനെ കരുതുന്നവരുണ്ട്. സന്യാസിയായി കഴിഞ്ഞാൽ സന്യാസിയാകുന്നതിന് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സന്യാസിയായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അടുത്ത് എവിടെയാണ് ഭക്ഷണം കിട്ടുന്ന സ്ഥലം, അടുത്തെവിടെയാണ് താമസിക്കാൻ സൗകര്യം കിട്ടുക, ഇനി എവിടെ പോയാലാണ് വണ്ടിക്കൂലിക്ക് കാശ് കിട്ടുക, ഇത്തരം ചിന്തകളായിരിക്കും പിന്നെ മനസ്സിൽ. അവരെ കൊണ്ട് അവർക്കും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല. സർവസംഘ പരിത്യാഗിയാണ് എന്ന് വൃഥാഭിമാനിച്ചിട്ട് നടക്കുന്ന അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അങ്ങനെ അകർമ്മത്തിലേക്ക് പോകുന്നവരുണ്ട്. കർമ്മത്തെക്കുറിച്ചും കർമ്മത്യാഗത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ചില കേട്ടറിവുകൾ വെച്ചും കൊണ്ട് പ്രവർത്തിക്കും. എന്നുവെച്ചാൽ അവനവന് സഹജമായിരിക്കുന്ന ആലസ്യം പോലെയുള്ള ദുർഗുണങ്ങളെ ത്യാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്, അലസതയാണ് ത്യാഗമെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് അതിനെ ഒരാഭൂഷണമാക്കി അതുകൊണ്ട് നടക്കുന്ന സന്യാസം, അങ്ങനെ ഒരു ഭാവമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം അകർമ്മമാണ്. ഇത്തരം അകർമ്മങ്ങളിലൊന്നും ഒരിക്കലും തേ സംഘ മാസ്തു, ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇതിനൊന്നും നിനക്ക്, ഇതൊക്കെ വലിയ താല്പര്യപൂർവ്വമായിട്ടാണ്. സന്യാസിയാണ്, സർവസംഘ പരിത്യാഗിയാണ് എന്നുള്ള വളരെ അഭിമാനത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മനസ്സ് വെറും ക്ഷുദ്രമായ അല്പമായ കാര്യങ്ങൾ, തുച്ഛമായ ഭക്ഷണം, തുച്ഛമായ ഇത്തരം കാര്യങ്ങളിലായിരിക്കും മനസ്സ് പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ആയിരക്കണക്കിനുണ്ട്. അത് ഒരിക്കൽ നമ്മളൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഭാരതത്തിന്റെ വലിയ ഭാരമെന്ന്, ഈ സന്യാസം. ഇത് ഭാരതത്തിന്റെ ഒരു ഭാരമാണെന്ന്.
കാരണം ഇത്ര എണ്ണത്തിന് തീറ്റിപ്പോയിട്ടുണ്ടേ സമൂഹത്തിന്റെ ചെലവിന്. അതും പ്രയോജനമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ അകർമ്മത്തിലേക്ക് പോകുന്നതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടൊരു ജീവൻ. അത് വരരുത് എന്നർത്ഥം. അതുകൊണ്ട് അത്തരത്തിലുള്ള മിഥ്യാഭിമാനം, ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന എന്താണ്? മിഥ്യാഭിമാനങ്ങളാണ്. ഞാൻ യോഗിയാണ്, ത്യാഗിയാണ്, ഭക്തനാണ്, പരമഹംസനാണ്, ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാഭിമാനങ്ങളാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരു ഉപായവും കാണാതെ ഇങ്ങനെ സന്യാസം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അവർ സാധുക്കളാണ്, അവരോട് നമുക്ക് അനുകമ്പയാണ്. ഒരു ജീവനോപാധിയായിട്ട് ഉദരനിമിത്തം അങ്ങനെ കഴിയുന്നവരുണ്ട്. അവർക്ക് ശാസ്ത്രബോധമൊന്നും കാണത്തില്ല, അവരൊരിക്കലും അങ്ങനെ അഭിമാനവും കാണത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല, കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അകർമ്മത്തെ ത്യാഗമാണെന്ന് ധരിച്ച് പോകുന്നവരുണ്ട്. ഈ ആശ്രമത്തിലൊക്കെ വന്ന് പോകുന്നവർ, അല്ലെങ്കിൽ ആശ്രമത്തിനകത്ത് കഴിയുന്നവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചിന്ത നമ്മളിൽ തന്നെ. അപ്പോൾ അവിടെ ഒരിക്കലും അകർമ്മത്വം വരാൻ പാടില്ല. ഇങ്ങനെ ഈ അകർമ്മത്വത്തെ പറയുന്നവർക്ക് അവരുടേതായ ഫിലോസഫി ഉണ്ടായില്ല. ഈ പുറമേ നടന്ന സാധുക്കൾക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഒരു ജീവിത ഉപായമായി സന്യാസത്തെ സ്വീകരിച്ച് ജീവിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അവരങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, അവർ വേറെ മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ, കാവ്യം എടുത്തിട്ട് ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു, ദോഷമില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഫിലോസഫിയുടെ സൃഷ്ടിക്കും. ആധ്യാത്മിക മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയൊന്നും ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്. അത് സംസ്കാരത്തെ ഉണ്ടാക്കും, വാസനയുണ്ടാക്കും, വീണ്ടും ജന്മത്തിന് കാരണമായി തീരും. ഈ പറയുന്നതിന് അടുത്ത ജന്മത്തിൽ പോത്തായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ താമസത്തിലേക്ക് ആലസ്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതാ വരുന്നത്, അതിന്റെ ഫലമായി വരുന്നു. അതും ശാസ്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആശ്രമത്തിൽ വന്നിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നവൻ ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് അടുത്ത ജന്മത്തിൽ പന്നിയായി ജനിക്കുന്നതാണ്. നല്ല ജന്മമാണ് പന്നിയായിട്ട് ജനിക്കുക. അഴുക്ക് ചാലിൽ കഴിയാം, ഭാര്യയും മക്കളുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അകർമ്മത്തിലൊരിക്കലും താല്പര്യം വരരുത്. ഇത് അർജുനനോട് പറയുന്നത് എന്തുകൊണ്ട്? അർജുനൻ ഇപ്പൊ അകർമ്മത്തിലേക്ക് പോയി കഴിഞ്ഞു. എന്നാ യോസി, ഞാൻ എന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിന് മറ്റു പല കാരണങ്ങളുമാണ്, ഇത്തരം കാരണങ്ങളൊന്നുമല്ല. അർജുനനെ അടിസ്ഥാനപരമായ കാരണങ്ങളാണ് ബാധിച്ചത്, ശോകമോഹാദികൾ. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അർജുനൻ അകർമ്മത്തിലേക്ക് പോകും. അവിടെ ഭഗവാൻ പറയുന്നു, ഒരിക്കലും അതിലേക്ക് പോകരുത്. കർമ്മവിമുഖത, കർമ്മം തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് പാടില്ല, അതൊന്നും ഒഴിഞ്ഞു മാറുന്നു. ആ കർമ്മം എവിടെ പോയാലും വരും, അതുകൂടി മനസ്സിലാക്കും. നമ്മൾ കർമ്മത്തെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ വന്നാണ്. ആശ്രമത്തിലെത്തുമ്പോൾ നമുക്ക് മുമ്പേ കർമ്മം അവിടെ വന്നെത്തിയിരിക്കും. രണ്ടാമതേ നമുക്ക് അവിടെ എത്താൻ പറ്റും. ആദ്യം കർമ്മം അവിടെ ആയിരിക്കും. കാരണം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ജോലി ഏൽപ്പിക്കുന്നത്, എന്നെ ചെയ്യും. അവിടെ മനസ്സിലാകുന്നു ഇത് താൻ ഉപേക്ഷിച്ചാണല്ലോ, വേണ്ടെന്ന് വെച്ചാണല്ലോ. പലരും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണല്ലോ സ്വാമി. ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ പോയി, എന്തിനാ ആശ്രമത്തിൽ വരുന്നു? വീട്ടിൽ തന്നെ ചെയ്യാൻ മതിയായിരുന്നു. അപ്പോഴാ തിരിച്ചു പോയി, പിന്നെ ആര് പറഞ്ഞിങ്ങോട്ട് വരാൻ? ഓ, അത് ശരിയാണ്. ആരെങ്കിലും ക്ഷണിച്ചോ ഇങ്ങോട്ട് വരാൻ? പിന്നെ വന്നു. എന്നാലും മനസ്സിലാകത്തില്ല. കർമ്മം എപ്പോഴും നമ്മോടൊപ്പം ക്ഷണിക്കാതെ വരുന്നതാണ്. നേരത്തെ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിനൊന്നും ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. സന്യാസം അതിനൊരിക്കലും ഉപായമല്ല.
ചില പറയും ഈ ലോകത്തിൽ ജീവിക്കാൻ വയ്യ, ലോകം അങ്ങനെ അധർമ്മത്തിലാണ്, അതുകൊണ്ട് ആശ്രമത്തിലേക്ക് വന്നാണ്. അതുമല്ല, ചില ആൾക്കാർ ആശ്രമത്തിൽ വന്നിട്ട് ചോദിക്കും, ഈ ആശ്രമത്തിൽ തപസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സാധാരണ മനുഷ്യൻ തപസ് ചെയ്യാന്ന് വെച്ചാൽ അവർ സിനിമയിൽ കാണുന്ന തപസ്സാണ്, സീരിയലൊക്കെ കാണുന്ന തലമുടിയൊക്കെ മേലോട്ട് കെട്ടിവെച്ച് രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് കണ്ണടച്ചിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ആശ്രമത്തിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇയാൾക്കും തോന്നുന്നത്, ശരിയാണല്ലോ, നമ്മൾ ആശ്രമത്തിൽ വന്ന് തപസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ടല്ലോ, ഇതുവരെ തപസ് ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ ഇനി തപസ്സിലായിക്കളെ, തപസ് ചെയ്താലേ സമൂഹം അംഗീകരിക്കത്തുള്ളൂ, എന്നാൽ ഇനി തപസ്സിലേക്കാകാം, ഇനി ഇത്തരം പ്രവൃത്തികളൊന്നും വേണ്ട. ഇതൊരു പലതരത്തിലാണ് മനസ്സിനെ സ്വാധീനിക്കുന്നത്, മനസ്സിനെ സംസ്കാരം സ്വാധീനിക്കുന്നു, താൻ ആർജിക്കുന്ന അറിവ് സ്വാധീനിക്കുന്നു. ഇതൊന്നുമല്ല സമൂഹം സ്വാധീനിക്കുന്നത്, ചുറ്റുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടും നമ്മൾ ശരിയായ ശാസ്ത്രജ്ഞാനം സമ്പാദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ട് മനസ്സിനൊരു ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ, ഇതിലായിരിക്കും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാര് പറയുന്നത് സ്വീകരിക്കണം, തന്റെ സംസ്കാരം പ്രേരിപ്പിക്കുന്നത് സ്വീകരിക്കണം, അത് തന്റെ അല്പമായ അറിവാണോ അതോ സമൂഹം തനിക്ക് കൽപ്പിക്കുന്നത് സ്വീകരിക്കണം. അപ്പോൾ ഈ തരത്തിൽ ആശയക്കുഴപ്പങ്ങളായിരിക്കും മനസ്സിൽ കിടന്നത്. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഭഗവാന്റെ ഉപദേശത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഒരു ആധ്യാത്മിക സാധനയെ സംബന്ധിച്ചിടത്തോളം അകർമ്മത്തിലേക്ക് പോകാൻ പാടില്ല. മാതേ സംഗോസ്തു അകർമ്മണി എന്നാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, ഇത് കർമ്മയോഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഇനിയും വിശദീകരിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. ഇനി വരുന്ന ഭാഗത്തിലും ഇവിടെ തന്നെ പറഞ്ഞു തരുന്നത് ഇനി പറയാൻ കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് വരുന്ന ഭാഗത്തിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ ഭാഷ്യത്തിലേക്ക് നോക്കുക. ഏവം മാ കർമ്മഫല ഹേതൃഭൂ, അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഭാഷ്യം നോക്കുക. യദാഹി കർമ്മഫല തൃഷ്ണാ പ്രയുക്ത കർമ്മണി പ്രവർത്തതേ തഥാ കർമ്മഫലസീവ ജന്മനോ ഹേതു ഭവേത്. യഥാ കർമ്മഫല തൃഷ്ണാ പ്രയുക്ത, കർമ്മഫല തൃഷ്ണ, കർമ്മഫലത്തോടുള്ള ആഗ്രഹം, അതിൽ പ്രയുക്തനായി പ്രേരിതനായി, യഥാ കർമ്മണി പ്രവർത്തതേ, ഒരു ജീവൻ എപ്പോഴാണോ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത്, സാധാരണ മനുഷ്യരെല്ലാം പ്രവർത്തിക്കുന്നത് പോലെ, തഥാ, അപ്പോൾ എന്ത് ചെയ്യുന്നു, കർമ്മഫലസീവ ജന്മനോ ഹേതു ഭവേത്, കർമ്മഫലത്തിന്റെ, അതായത് ജന്മത്തിന്റെ ഹേതുവായിത്തീരുന്നു. പറഞ്ഞല്ലോ, കർമ്മഫലം ജന്മമാണ്, കർമ്മഫലം കൊണ്ട് ജന്മം ഉണ്ടാകും, ആ ജന്മത്തിന് ഹേതുവായിത്തീരുന്നു, വീണ്ടും ജനിക്കേണ്ടി വരുന്നു, സംസാരം അനുപരതമായി തീരുന്നു. യദി കർമ്മഫലം നേഷ്യതേ, ഒരു കർമ്മയോഗി കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നില്ല, കർമ്മത്തിന്റെ ഒരു തരത്തിലുള്ള ഫലങ്ങളിലും അയാളുടെ മനസ്സ് പോകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ കർമ്മം അനുഷ്ഠിക്കുന്നു. പക്ഷേ പറഞ്ഞല്ലോ, കർമ്മത്തിലേക്ക് വരുന്നയാള് ചിന്തിക്കുകയാണ്, കിം കർമ്മണാ ദുഃഖരൂപേണ. അതാണ്, ഈ കർമ്മം ദുഃഖരൂപത്തിലുള്ളതാണ്. അതായത് കർമ്മം അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, അതിൽ കർമ്മയോഗമായി അനുഷ്ഠിക്കണമെന്നില്ല, കൂടുതൽ ദുഃഖമാണ്. ഇത്തരം അറിവ് സമ്പാദിക്കണം, ആ അറിവിന്റെ വെളിച്ചത്തിൽ കർമ്മങ്ങൾ ചെയ്യണം, അത് ധർമ്മമായി ചെയ്യണം. അതില് ആത്മസംസ്കരണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഒരാൾ ഒരുമ്പടേണ്ടിയിരിക്കുന്നു. രാഗദ്വേഷങ്ങൾ വരാൻ പാടില്ല, മാനാപമാനങ്ങൾ വരാൻ പാടില്ല, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ എന്താണ്, ദുഃഖരൂപേണ, ദുഃഖരൂപമായ കർമ്മം എന്തിനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞ്, ഇതി മാ തേ തവ സങ്കോസ്തു അകർമ്മണി അകരണേ, കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ, പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിൽ
തവ സംഘവും മാസ്തു, നിനക്കൊരിക്കലും താല്പര്യം വരരുത്. പ്രീതിർ മാഭൂ, അതിനോടൊരിക്കലും പ്രീതി ഉണ്ടാകരുത്. കർമ്മം അനുഷ്ഠിച്ച് തന്നെ തീരണം. അർജുനോട് പറയുന്നു, സ്വധർമ്മം യുദ്ധമാണ്, അത് നീ ചെയ്ത് തന്നെ തീരണം. അതിനിയും ഒരുപാട് തത്വങ്ങൾ, ആ കർമ്മത്തിന്റെ അനിവാര്യത അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മത്തിന്റെ ഒരുപാട് നിയമങ്ങളെ, തത്വങ്ങളെ ഇനിയും ഭഗവാൻ പറയും. ഇനി ശ്ലോകത്തിലേക്ക് നോക്കുക. തേ കർമ്മണി ഏവ അധികാരഃ, തേ നിനക്ക് കർമ്മണിയേവ കർമ്മത്തിൽ തന്നെയാണ് അധികാരം. ഫലേഷു കദാചന മാ അധികാരഃ, കർമ്മഫലത്തിൽ ഒരിക്കലും അധികാരമില്ല. ഇവിടെ അധികാരം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിയന്ത്രണം, സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥമാണ്. കർമ്മഫലഹേതു മാ ഭൂ, ത്വം കർമ്മഫലഹേതു മാ ഭൂ, മാ അഭൂ എന്നുള്ളതാണ്. മാ ഭൂ, കർമ്മഫലത്തിന് നീ ഒരിക്കലും കാരണക്കാരനാകരുത്. തേ നിനക്ക് അകർമ്മണി കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ സംഘഃ മാ അസ്തു, സംഘം പ്രീതി ഉണ്ടാകരുത്. കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ ഒരിക്കലും നിനക്ക് പ്രീതി ഉണ്ടാകരുത്. കർമ്മം ചെയ്തു തന്നെ തീരണം. ഇത് ശ്രദ്ധിക്കണം. ഒരു അധ്യാത്മശാസ്ത്രത്തിന്റെ ഉപദേശമാണ്, വെറുതെ പറയുന്നതല്ല, പണിയെടുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു ആധ്യാത്മിക ശാസ്ത്രമാണ് ഉപദേശിക്കുന്നത്. ഒരിക്കലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. തന്റെ കർത്തവ്യം തന്റെ മുന്നിൽ വരുമ്പോൾ അതിൽ നിന്ന് മാറരുത്. മാറിയാൽ അതെവിടെയിട്ടെങ്കിലും പഠിച്ചു തന്നെ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ഭാഷ്യം. യദി കർമ്മഫലപ്രയുക്തേന ന കർത്തവ്യം കർമ്മ കഥം തർഹി കർത്തവ്യം. ഇതൊരു സാധാരണ കർമ്മി ചോദിക്കുന്ന ചോദ്യമാണ്. കർമ്മഫലപ്രയുക്തേന ന കർത്തവ്യം, കർമ്മഫലത്തോടുള്ള ആഗ്രഹം കൊണ്ടല്ല, കർമ്മഫലം പ്രേരിപ്പിക്കാതെ അല്ല കർമ്മം ചെയ്യേണ്ടതെങ്കിൽ കഥം തർഹി കർത്തവ്യം, പിന്നെ എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം? ഫലാഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ കർമ്മം എന്തിനു വേണ്ടി ചെയ്യണം? കഥം തർഹി കർമ്മകർത്തവ്യം ഇത്യുച്യതേ. അതിന് സമാധാനം പറയുന്നത് എന്താണ്? യോഗസ്ഥഃ യോഗസ്ഥഃ സൻ കുരു കർമാണി, കർമ്മം യോഗസ്ഥനായി ചെയ്യുക. പല തവണ ഇത് ആവർത്തിക്കും, യോഗയുക്തനായി ചെയ്യുക. കർമ്മത്തിന്റെ യോഗം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കർമ്മത്തിനോട് ബന്ധപ്പെട്ട യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന അഷ്ടാംഗയോഗം ഒന്നുമല്ല. അതിന്റെ പല അംശങ്ങളും ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഭഗവാൻ പറയുന്ന യോഗം എന്ന് പറയുന്നത്
മുഖ്യമായി വരുന്നത് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മിയിൽ വരുന്ന മനസ്സിന്റെ സമത്വമാണ്. സമത്വം യോഗമുച്യതേ എന്നടുത്ത് പറയും. ആ സമത്വമാണ് ഇവിടുത്തെ യോഗം. മനസ്സിന്റെ സമത്വം എന്ന് പറയുമ്പോൾ സ്പഷ്ടമാണ്, അത് മനസ്സിന്റെ ശാന്തിയാണ്. സമത്വമുള്ളിടത്ത് ശാന്തിയുണ്ട്. സമത്വം ഇല്ലാതെ വരിക എന്ന് പറയുന്നത് എന്താണ്? ഈ ദ്വന്ദ്വങ്ങൾ, ജയപരാജയം, മാനാപമാനം തുടങ്ങിയ ദ്വന്ദ്വങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന രാഗദ്വേഷങ്ങളാണ്, കാമക്രോധങ്ങളാണ്, സുഖദുഃഖങ്ങൾ. ഇതാണ് മനസ്സിന്റെ അസമത്വം. സമത്വം എന്ന് പറയുന്നതോ മനസ്സിന് ഇതിന്റെ പിടിയിൽപ്പെടാതിരിക്കുക, അതാണ് സമത്വം. അങ്ങനെ സമത്വമുള്ള മനസ്സിനെ നമ്മൾ എന്ത് പറയും? ശാന്തമായ മനസ്സെന്ന് പറയും. അതാണ് മനഃശാന്തി. അപ്പോൾ അങ്ങനെയുള്ള യോഗത്തിൽ സ്ഥിതനായി, സ്ഥിതി ചെയ്തുകൊണ്ട്, യോഗസ്ഥഃ എന്ന് വെച്ചാൽ യോഗത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി, വളരെ ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ മനഃശാന്തിയോടുകൂടിയവനായി, ഒരു തരത്തിലുള്ള ചിന്തകളും കൊണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കാതെ യോഗത്തിൽ മനഃശാന്തിയിൽ സ്ഥിതനായി അതിനെ പരിപാലിച്ചുകൊണ്ട് കർമാണി കുരു, പ്രവൃത്തികൾ ചെയ്യുക, കർത്തവ്യങ്ങളെല്ലാം ചെയ്യുക. അത്തരമൊരു മനഃശാന്തി മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ മാനസിക അഭ്യാസങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെയാണ് മനസ്സിനെ പ്രവൃത്തി അസ്വസ്ഥമാക്കുന്നത്, എങ്ങനെ ആ പ്രവൃത്തിയെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ സമാധാനത്തിൽ നിർത്താം, അതാണ്. പലരും പറയാറുണ്ട്, വീട്ടിലിരുന്നപ്പോൾ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു, ആശ്രമത്തിൽ വന്നപ്പോൾ അതും പോയി. വാസ്തവത്തിൽ വീട്ടിൽ ഇരുന്നപ്പോഴും സമാധാനമില്ലായിരുന്നു, ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ സമാധാനമില്ല. വീട്ടിൽ ഇരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു പറയുന്നത് എന്താണ്? അന്ന് സമാധാനത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകും. അതിനാണ് പറയുന്നത് വീട്ടിൽ ഇരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും ഇപ്പം നഷ്ടപ്പെട്ടു, അത് സത്യമാണ്. ആ പ്രതീക്ഷയാണ് ആശ്രമത്തിലെത്തിച്ചത്. ഇവിടെ തകരാറ് പറയുന്നത് എന്താണ്? അത് ആശ്രമത്തിന്റെ തകരാറെന്നാണ്. തന്റെ തകരാറാണെന്ന് ഒരിക്കലും അംഗീകരിക്കില്ല. അത് കരുതുന്നത് എന്താണോ? ഇവിടെ തകരാറ് തനിക്കാണ്, ആശ്രമത്തിന് തകരാറൊന്നുമില്ല. തകരാറ് വരുന്നത് തന്നിൽ തന്നെ വന്നു. ആ തകരാറ് അവിടെയും ഉണ്ടായിരുന്നു, ഇവിടെ വന്നതുകൊണ്ടും അതിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നു. അതേ മനസ്സ് തന്നെയാണ്, അതേ കർണങ്ങൾ തന്നെ, അതേ സംസ്കാരം തന്നെ. സ്ഥലം മാറിയെന്ന് വിചാരിച്ച് അതിന് മാറ്റം വരുന്നില്ല. മാത്രമല്ല ഈ തകരാറ് കൂടി കൂടി വരും, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടി വരുമ്പോൾ പിന്നെ മനസ്സിന് നിറയെ പശ്ചാത്താപമായിരിക്കും. ആശ്രമത്തിൽ വന്നതേ അബദ്ധമായി തീർന്നു എന്നുള്ള പശ്ചാത്താപമായിരിക്കും അങ്ങോട്ട് ചെല്ലും തോറും. പശ്ചാത്താപം എന്ന് വെച്ചാൽ തെറ്റ് തിരുത്തുന്നതിനുള്ള പശ്ചാത്താപമല്ല, പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. അതായത് താപത്തിന് ശേഷം വീണ്ടും തപിക്കുക. വീട്ടിൽ താപമായിരുന്നു, ആശ്രമത്തിൽ താപമായി, വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും തപിച്ചുകൊണ്ടിരിക്കുക. അനുതാപം, അനുശോചനം എന്ന് പറഞ്ഞു, അത് ഇങ്ങനെ തുടർന്നു പോകത്തേയുള്ളൂ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ പറയുന്ന സമത്വം മനസ്സിൽ വരുന്നില്ല. എന്തുകൊണ്ടത് വരുന്നില്ല? അതിന്റെ ഉപായത്തെക്കുറിച്ച് ഒരിക്കലും കാര്യമായി ചിന്തിച്ചിട്ടില്ല. അതിനുവേണ്ടി കാര്യമായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അവിടെയാണ് തകരാറ് വരുന്നത്. അപ്പൊ സമത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം?
യോഗസ്ഥഃ സൻ കുരു കർമാണി കേവലം ഈശ്വരാർത്ഥം. കേവലം ഈശ്വരാർത്ഥം. കേവലം ഈശ്വരാർത്ഥം മാത്രം കർമ്മം ചെയ്യുക. കുരു കർമാണി. അതാണ് ഇവിടെ പറയുന്നത്. കേവലം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചതിനാണ് ഒരു കർമ്മം നൽകുന്ന അനന്തമായ ഫലങ്ങൾ, തീരാത്ത ഫലങ്ങൾ, ആ ഫലങ്ങൾ ഒന്നിനെയും കാക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്. പല ഫലങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ തിരിച്ചറിയത്തില്ല. ചിലതിനെയൊക്കെ നമ്മൾ തിരിച്ചറിയും. നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കർമ്മഫലങ്ങളാണ് പല രൂപത്തിൽ. പക്ഷെ ഇതെല്ലാം കർമ്മഫലമാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തിരിച്ചറിയാറുണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാൾ അപമാനിക്കുന്നു. ഉടൻ നമ്മൾ ചിന്തിക്കും, തന്നെ അപമാനിച്ചത് അവന്റെ കുറ്റമാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ആളല്ലേ, എന്നെ അപമാനിക്കുന്നത് ശരിയാണോ? ശരിയല്ല. ആ അപമാനിച്ചവനിൽ കുറ്റം കാണും. തീർച്ചയായിട്ടും അപമാനിച്ചത് കുറ്റം തന്നെയാണ്, അപമാനിക്കാൻ പാടില്ല. പക്ഷെ ഈ അപമാനം തനിക്കിപ്പോ വന്നത് തന്റെ മറ്റൊരു കുറ്റത്തിന്റെ ഫലമാണ്, പാപഫലമായിട്ടാണ് വന്നത്. ആ ഒരു സത്യം മനസ്സിലാക്കത്തില്ല. നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യം മനസ്സിലാക്കും. അപമാനിക്കുന്നതിന് ആർക്കും അവകാശമില്ല, അത് ശരിയാണ്. അപമാനിക്കുന്നത് തെറ്റ് തന്നെയാണ്, പാപം തന്നെയാണ്. പക്ഷെ അവിടെ അപമാനം നമ്മൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ഈ അപമാനം എന്ന് പറയുന്നത്? തന്റെ തന്നെ പാപത്തിന്റെ ഫലമായി കൂടെ വന്നതാണ്. രണ്ടും കൂടെ ഒന്നിച്ചു ചേർന്നതാണ്. ഒരു മനുഷ്യന്റെ വിവരമില്ലായ്മയും തന്റെ പഴയ വിവരമില്ലായ്മയും രണ്ടും കൂടി കൂടിച്ചേർന്നപ്പോൾ പുതിയൊരു അപമാനമായിട്ട് വന്നു. രണ്ടും കൂടെ കൂടി ചേർന്നതാണ്. അപ്പോൾ അവിടെ തന്റെ പങ്കിനെ നമ്മൾ വിസ്മരിക്കുന്നു, അന്യന്റെ പങ്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അവൻ തെറ്റുകാരനാണ്, അവനെ ശിക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ പരസ്പരമുള്ള വ്യവഹാരങ്ങളിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കർമ്മയോഗി ഇതിനെ തിരിച്ചറിയുന്നു. അയാൾ തന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അയാൾ സ്വയം മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. അപ്പൊ അയാളുടെ പ്രവൃത്തി ഒന്നും മാനത്തിന് വേണ്ടിയല്ല ചെയ്യുന്നു. പിന്നെ അയാൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? ഈശ്വരാർത്ഥം. അപ്പോൾ ചോദിക്കും, ഈശ്വരന് വേണ്ടി എന്തിനാണ് കർമ്മം ചെയ്യുന്നു? അങ്ങനെ ചില മനസ്സ് സംശയം വരും. സർവശക്തനായ ഈശ്വരന് വേണ്ടി ഈ ജീവൻ അവന്റെ തുച്ഛമായ കർമ്മങ്ങൾ എന്തും ചെയ്യുന്നു. എന്നുള്ളതാണ്. ഈശ്വരന് നമ്മുടെ കർമ്മം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഈശ്വരന് നമ്മുടെ കർമ്മം കൊണ്ട് പ്രയോജനമുണ്ട്. പിന്നെ ഈശ്വരാർത്ഥം എന്നൊക്കെ ഈശ്വരന് വേണ്ടി എന്നാണ്. അതിനുവേണ്ടി നമ്മൾ എന്തിന് കർമ്മം ചെയ്യണം? അപ്പൊ ഈശ്വരാർത്ഥം എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈശ്വരപ്രാപ്തിയർത്ഥം. അല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരന് കൊടുക്കുകയല്ല. അപ്പൊ മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നു സന്താനങ്ങൾക്ക് വേണ്ടി. അവരെന്ത് ചെയ്യുന്നു? സന്താനങ്ങൾക്ക് വേണ്ടി അവരുടെ പോഷണത്തിന് വേണ്ടി സമ്പാദിക്കുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അവരെ വളർത്തുന്നതിന്, വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനെല്ലാം. അപ്പൊ സന്താനാർത്ഥം മാതാപിതാക്കൾ കർമ്മം ചെയ്യുന്നു. അതുപോലെ കർമ്മയോഗി ഈശ്വരാർത്ഥം. ഈശ്വരൻ എന്തെങ്കിലും വേണ്ടിയിട്ട് കർമ്മം ചെയ്യുകയല്ല, ഈശ്വരാർത്ഥത്തിന് അതല്ല അവിടെ. വാസ്തവത്തിൽ ആ കർമ്മം എന്ന് പറയുന്നത് ഈശ്വരപ്രാപ്തിയർത്ഥമാണ്. ഈശ്വരാർത്ഥം എന്ന് പറയുന്നത് ഈശ്വരപ്രാപ്തിയർത്ഥം അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈശ്വര സമർപ്പണം, ഈശ്വരനെ സമർപ്പിച്ച് കർമ്മം ചെയ്യുന്നു. ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
കർമ്മം ചെയ്തിട്ട് ഈശ്വര ഇതെടുത്തോ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? നമ്മൾ നിവേദ്യം സമർപ്പിക്കും, പുഷ്പങ്ങൾ സമർപ്പിക്കും. അവിടെ സമർപ്പിക്കാൻ ഒരു വസ്തുവുണ്ട്, മുമ്പിൽ ഈശ്വരന്റെ പ്രതിമയോ രൂപമോ ഭാവനയോ എന്തെങ്കിലും ഉണ്ട്. കർമ്മത്തെ എങ്ങനെയാണ് ഈശ്വരന് സമർപ്പിക്കുന്നത്? എടുത്ത് ഈശ്വരന്റെ മുമ്പിൽ വയ്ക്കത്തക്ക ഒരു കാര്യമാണോ? കർമ്മം എവിടെ നടക്കുന്നു? നമ്മുടെ അന്ധകരണത്തിൽ നടക്കുന്നു. അപ്പൊ ഈശ്വരാർത്ഥം എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? നമ്മൾ നിരന്തരം പറയാറുണ്ടല്ലോ, ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുന്നു. എന്താ ഈശ്വരാർത്ഥം? അവിടെ കർമ്മത്തിൽ വരുന്ന ഈശ്വരാർപ്പണം എന്താണോ? അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ എന്താണ്? അത് അഹന്താത്യാഗമാണ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഞാൻ സർവപ്രാണികളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ചലിപ്പിക്കുകയാണ് ഇതിനെല്ലാം. മനസ്സിനെയും ബുദ്ധിയെയും എല്ലാ കർണങ്ങളെയും ശരീരത്തെയൊക്കെ ചലിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ധരിക്കുന്നത് ഞാൻ ചലിപ്പിക്കുന്നു എന്നാണ്, ഞാൻ പ്രവർത്തിക്കുന്നു. ഭഗവാൻ പറയുന്നു അല്ല, ഞാനാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് വിവേകം. അവൻ തിരിച്ചറിയുന്നു ഞാനല്ല ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്, മറിച്ച് ഈശ്വരനാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ തന്റെ അഭിമാനം വരുന്നില്ല. എവിടെയാണോ ഞാനെന്ന് തോന്നുന്നത് അവിടെ പറയുന്നതല്ല, ഈശ്വരനാണ്. ഈശ്വരൻ പ്രവർത്തിപ്പിക്കുകയാണ് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തി, ആ മനോഭാവമാണ് ഈശ്വരാർപ്പണം. ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്, താനല്ല എന്നുള്ള തിരിച്ചറിവ്, വിവേകം, അതാണ് ഈശ്വരാർപ്പണം. കർത്തൃത്വത്തിന്റെ ത്യാഗം എന്ന് സംസ്കൃതത്തിൽ പറയും. അഹന്തയുടെ ത്യാഗമെന്ന് സാധാരണ പറയും. അതാണ്. അല്ല, അഹന്തയെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകിക്കളയാൻ പറ്റിയ സാധനമാണോ അഹന്ത? അല്ല. ചില മനോഭാവങ്ങളെ നമുക്ക് ത്യജിക്കാം. ധിക്കാരം ഉണ്ടെങ്കിൽ അത് ത്യജിക്കാം. ധിക്കാരി അല്ലാതിരിക്കാം, മാന്യനാകാം, അതെല്ലാം കഴിയുന്നു. പക്ഷെ അഹന്തയെ അങ്ങനെ ത്യജിക്കാൻ പറ്റത്തില്ല. ഞാനെന്ന ആ തോന്നലിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതിന് പകരം വയ്ക്കാനേ പറ്റും മറ്റൊന്ന്. അപ്പൊ ഈശ്വരാർത്ഥം, ഈശ്വര സമർപ്പണം എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? ഞാനെന്നുള്ള ഭാവന വരുന്നിടത്ത് ഈശ്വരനെന്ന് മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു. എവിടെ വരുന്നു? അതോടൊപ്പം തന്നെ വരും മമത. പ്രവർത്തിച്ചു കഴിഞ്ഞു, പ്രവൃത്തി പൂർത്തിയായി കഴിയുമ്പോൾ ആ പ്രവൃത്തിയിൽ ഒരു അഭിമാനം തോന്നും. എനിക്കിത് നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞു, മറ്റുള്ളവർ ചെയ്തതിൽ നിന്നും ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു. പ്രവൃത്തി തന്റേതായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ചെയ്തത് താനല്ലെങ്കിൽ ഈശ്വരനാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? തന്റേതല്ല, അത് ഈശ്വരന്റേതാവും. അതാണ് അടുത്ത ഈശ്വരാർപ്പണം എന്ന് പറയുന്നത്. എന്റേതല്ല ഈ പ്രവൃത്തി, ഇത് പൂർത്തിയാക്കിയത് ഞാനല്ല, മറിച്ച് അത് ഈശ്വരനാണ്. അവിടെ എന്ത് ചെയ്തു? തന്റെ പ്രവൃത്തിയെ ഈശ്വരന് സമർപ്പിച്ചു എന്ന് പറയാം. എന്തുകൊണ്ട്? പ്രവർത്തിക്കുന്നവന്റെ മനോഭാവമാണ്. ഈ പ്രവൃത്തി ചെയ്തത് ഈശ്വരനാണെങ്കിൽ ഈ പ്രവൃത്തിയുടെ മികവ്, ഈ പ്രവൃത്തിയുടെ മേന്മ, ഈ പ്രവൃത്തിയിൽ നിന്ന് എന്തെല്ലാം മേന്മകളുണ്ടായോ അതും എന്റേതല്ല, ഈശ്വരന്റേതാണ് എന്ന് ചിന്തിക്കുക. അതാണ് ഈശ്വര സമർപ്പണം. കർമ്മത്തെ ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ചുള്ള കർമ്മയോഗിയുടെ അത്തരം ഭാവനയാണ്. അല്ല, താൻ കർമ്മം ചെയ്തിട്ട് അതിനെടുത്ത് ഈശ്വരന് കൊടുക്കാൻ ഒക്കത്തില്ല. അത് പറ്റും. നമുക്ക് നിവേദ്യം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഈശ്വരന് സമർപ്പിക്കാം. ഈശ്വരൻ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും കഴിക്കാം, അത് നടക്കും. പക്ഷെ ഇവിടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്നും നമ്മൾ കരുതുന്ന തരത്തിലുള്ള ഒരു ഭൗതിക വസ്തുവല്ല. ഭൗതിക വസ്തുവാണെങ്കിൽ നമുക്ക് അതിനെ എടുത്ത് സമർപ്പിക്കാം. അതല്ല. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ പിന്നിലുള്ള മാനസിക ഭാവങ്ങളാണ്. ആ മാനസിക ഭാവങ്ങളിൽ വരുത്തുന്ന പരിവർത്തനമാണ്
ഈശ്വര ആരാധനയും ഈശ്വര സമർപ്പണവും. അത്തരമൊരു മാനസിക ഭാവന ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്, ഈ പ്രവൃത്തിയുടെ എല്ലാ നന്മകളും തന്റേതല്ല ഈശ്വരന്റേതാണ് എന്ന് കരുതി താൻ പൂർണ്ണമായും അതിൽ നിന്ന് മാറിയിരിക്കുക. അതാണ് അസംഗത. അടുത്ത് പറയും നിസ്സംഗത എന്ന് പറയുന്നു. അതാണ് കേവലം ഈശ്വരാർത്ഥം. കേവലം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ തനിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. കർമ്മയോഗിയുടെ ഭാവന അതാണ്. അതുകൊണ്ടാണ് കർമ്മയോഗി ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുടെ പിറകെ ഓടിപ്പോകാത്തത്, അതിനെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ കർമ്മം ചെയ്യുന്നവനിൽ ഒരിക്കലും മത്സരബുദ്ധി ഉണ്ടാകത്തില്ല. നമ്മൾ സാധാരണ കാണുന്ന ഒരു മത്സരബുദ്ധി ഉണ്ടല്ലോ, കർമ്മമണ്ഡലത്തിൽ, വ്യവഹാര മണ്ഡലത്തിൽ നമ്മൾ കാണുന്ന മത്സരബുദ്ധി, അത് കർമ്മയോഗിയിൽ വരത്തില്ല. കാരണം അതിൽ നിന്ന് അയാൾക്ക് അറിയാം ഇതിൽ നിന്ന് എനിക്ക് യാതൊന്നും നേടാനില്ലെന്ന്. പിന്നെ ആരോട് എന്തിനു വേണ്ടി മത്സരിക്കാനാണ്? നമ്മൾ കർമ്മത്തിന് വേണ്ടി മത്സരിക്കും. നമ്മൾ വിചാരിക്കും അയാളുടെ കർമ്മം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും, നമ്മളെ സ്വാധീനങ്ങൾ ഉപയോഗിക്കും, കാല് പിടിക്കും, പലതും ചെയ്യും കർമ്മം മാറ്റിയെടുക്കാൻ. കർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പെശുകൊണ്ടാണ്. പിന്നെ കർമ്മത്തിന്റെ ഫലത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കും. ഒരാൾ പറയണ ഈ കർമ്മം ഇയാൾ ഭംഗിയായി ചെയ്തെന്ന് പറയുമ്പോൾ കേട്ട് ഇന്ന് നമുക്ക് തോന്നുന്നു അത് ഞാനാണല്ലോ ചെയ്തത്, പിന്നെ എങ്ങനെ ഇതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് പോയി? അവിടെ ചിന്തിക്കും ഞാൻ ചെയ്ത കർമ്മത്തിന് വേറൊരുത്തൻ, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെയെല്ലാം നമ്മൾക്ക് അടിസ്ഥാനപരമായി പെശക് പറ്റിയിരിക്കുകയാണ്. ഇത്തരം ചിന്തകളൊക്കെ ഇപ്പം മനസ്സിലുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇവിടെയൊന്നും കർമ്മയോഗമല്ല നമ്മൾ ചെയ്യുന്നത്, അവിടെ മത്സരമില്ല, മതമത്സരങ്ങളൊന്നുമില്ല. ഈശ്വരാർത്ഥം തന്നെയാവുന്നു കർമ്മങ്ങളെല്ലാം. അയാളുടെ മനസ്സിന്റെ ഭാവനകൾ, കർമ്മത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം ഈശ്വരനെ മുൻനിർത്തിയാണ്, അഹന്തയെ മുൻനിർത്തിയല്ല എന്നത്. അങ്ങനെയാണ് അഹന്തയും മമതയും ത്യജിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അസംഗത വരണമെന്ന് പറയുന്നത്. ഇവിടെ തന്നെ വേറൊരു പ്രധാനമായ വിഷയം വരും. ഈശ്വരഭാവന അതെങ്ങനെയുള്ളതായിരിക്കും? ഇതിന് ശ്രദ്ധിക്കുന്ന പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഈശ്വരാർപ്പണം എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഈശ്വരഭാവന ഒരു കർമ്മയോഗിയുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. സത്സംഗത്തിലെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏത് തരത്തിലുള്ള ഈശ്വരഭാവനയാണ്? ഈശ്വരൻ എന്ന് പറയുമ്പോൾ കുട്ടിച്ചാത്തൻ മുതൽ ഈശ്വരനാണ്. എങ്ങനെ ഭാവന ചെയ്യും? വേറെ തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിർഗുണമായ ആത്മാവിനെയാണ് അയാൾ ഭാവന ചെയ്യുന്നത്, അതേ സഗുണനായ ഈശ്വരനെയാണ്. നിഗ്രഹാനുഗ്രഹ എല്ലാം നൽകുന്ന, കാരണം ഈശ്വര പ്രസാദം വേണം. താൻ തന്നെയാണ് ഈശ്വരൻ, അഹം ബ്രഹ്മാസ്മി എന്നാണ് ഭാവന ചെയ്യുന്നതെങ്കിൽ പിന്നെ ഏത് ഈശ്വരനെ അവിടെ അനുഗ്രഹിക്കുന്നത്? കർമ്മയോഗിയുടെ ഈശ്വര ഭാവന എങ്ങനെയായിരിക്കും? അതിവിടെ ഗീതയിൽ തന്നെ പല സന്ദർഭങ്ങളിലും അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട്, യോ ലോകത്രയം ആവശ്യ വിഭർത്തവ്യ ഈശ്വര. ഈ ലോകത്രയത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ഈശ്വരൻ. ആ ഈശ്വരനാണ് കർമ്മയോഗിയുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഒരു ഈശ്വരൻ.
ഈശ്വരന് നമ്മുടെ വിഘ്നങ്ങളെല്ലാം, ഒരു കർമ്മയോഗിയുടെ മാർഗത്തിൽ വരുന്ന വിഘ്നങ്ങളെല്ലാം മാറ്റുന്നതിനുള്ള ശേഷിയുള്ള ഈശ്വരൻ. ഈശ്വര അനുഗ്രഹം കൊണ്ട് ചിത്തപ്രസാദം ജീവന് കൈവരിക്കാൻ കഴിയും. അതിന് ശേഷിയുള്ള ഒരു ഈശ്വരൻ. ശരീരം, ഇന്ദ്രിയം മുതലായി കർണസംഘാതത്തെ അന്തര്യാമിയായിരുന്നു പ്രവർത്തിപ്പിക്കുന്ന ഒരു ഈശ്വരൻ. മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ഈശ്വരൻ. അത്തരത്തിലുള്ള ഒരു ഈശ്വരനോടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഈശ്വരനാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് കരുതിയാണ് കർമ്മയോഗി പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുന്നവരുടെ മനസ്സിൽ സംശയം വരും. അങ്ങനെ ഒരു ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവിടെ ഭേദബുദ്ധി വരുന്നുണ്ട്. അപ്പൊ തന്നിൽ നിന്ന് ഈശ്വരൻ അന്യനായിപ്പോകും. ഇവിടെ പറയുന്ന അദ്വൈതത്തിന് വിരോധം വരും. അങ്ങനെ വരുന്നില്ലേ? അങ്ങനെ വരത്തില്ല. കാരണം അതും ഭഗവാൻ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉത്തമ പുരുഷസ്ത്വന്യ എന്ന് പറയുമ്പോൾ ആ പരമപുരുഷൻ നിന്നിൽ നിന്നും അന്യനായിരുന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഉടൻ തന്നെ ഭഗവാൻ പറയുന്നതാണ് അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ എന്നുടൻ തന്നെ പറയും. അങ്ങനെ ഒരു ഭേദബുദ്ധിയെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഉത്തമ പുരുഷനായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് അനുഗ്രഹ നിഗ്രഹ ശക്തിയോടുകൂടിയിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് എന്ത് ഭൂതാശയസ്ഥിതനായി ഇരിക്കുന്നു. നിന്റെ ഉള്ളിലിരിക്കുന്നു ആ ഞാൻ തന്നെ. ആ ഭേദബുദ്ധി അവിടെ നശിപ്പിക്കുന്നു. പക്ഷേ താൻ അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, കർമ്മയോഗം ആർക്കു വേണ്ടി? അജ്ഞന് വേണ്ടിയിട്ടാണ്. വിജ്ഞന് കർമ്മയോഗത്തിന്റെ ആവശ്യമില്ല. താൻ അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം അന്യനായി ആ ഉത്തമ പുരുഷനും ഉണ്ടായിരിക്കും. നിഗ്രഹ അനുഗ്രഹ ശക്തിയോടുകൂടിയ ആ ഈശ്വരനുമുണ്ട്. ആ ഈശ്വരപ്രസാദവും ആവശ്യമാണ് സാധന. ഇവിടെ ഈ കർമ്മയോഗി അവൻ നിർഗുണ പരബ്രഹ്മമല്ല. ആണെങ്കിൽ പിന്നെ അവന് കർമ്മയോഗത്തിന്റെ ആവശ്യമില്ല. അജ്ഞാനവേളയിലാണ് അവന് കർമ്മയോഗവും ഈശ്വരപ്രസാദവും എല്ലാം വേണ്ടി വരുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എങ്ങനെ നിൽക്കുന്നു? സർവാന്തര്യായിയായും അതേസമയം കരുണാമയനായി സർവനിയാമകനായി ഈശ്വരൻ അവനെ സംബന്ധിച്ച് വേറെ നിൽക്കുകയാണ്. ഈ രണ്ട് ഭാവങ്ങളെയും കർമ്മയോഗം ഉൾക്കൊള്ളുന്നു. തത്വത്തിൽ കർമ്മയോഗി അറിയുന്ന എന്താണ്? അവൻ നിർഗുണനും നിരാകാരനുമാണ്. പക്ഷെ താൻ ഉപാസിക്കുന്ന എന്ത്? ആ ഈശ്വരന്റെ സഗുണഭാവത്തെയാണ്. കാരണം ഈശ്വരൻ അതിന് കഴിയും ഒരേ സമയം സാകാരനായും നിരാകാരനായും ഇരിക്കാൻ കഴിയും. സഗുണഭാവത്തിനും നിർഗുണഭാവത്തിനും ഇരിക്കുന്നു ഒരേ കാലത്ത്, ഒരേ തത്വത്തിൽ. അപ്പോൾ കർമ്മയോഗിക്ക് അവിടെ ആവശ്യമായിരിക്കുന്ന എന്താണ്? അതിന്റെ സഗുണ സാകാരഭാവമാണ് ആവശ്യമായിരിക്കുന്നത്. കർമ്മയോഗി സമർപ്പിക്കുന്നതും ആരാധിക്കുന്നതും ആശ്രയിക്കുന്നതും ആ ഭാവത്തെയാണ്. അവിടെ നിന്നാണ് അനുഗ്രഹം വരുന്നത്. നിർഗുണഭാവത്തിന് അനുഗ്രഹമില്ല. അപ്പോൾ കർമ്മയോഗി തീർച്ചയായും അങ്ങനെ ഒരു ഈശ്വരനെ തന്നെയാണ് ഭജിക്കുന്നത്. അത് പല ഭാഗങ്ങളിലും ഗീതയിൽ അതിനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ ബാക്കി പറഞ്ഞിരിക്കുന്നതോ മമൈവാംശോ ജീവലോകി ജീവഭൂത സനാതന
എത്രയോ ശ്ലോകങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്റെ അംശം തന്നെയാണ് ജീവഭൂതനായിരിക്കുന്നത്. അതിനെയും സ്മരിക്കാൻ പറയുകയാണ്. അവിടെ ആവശ്യപ്പെടുന്ന എന്താണ്? കർമ്മയോഗിയോട് അതിനെ നീ സ്മരിക്കണം. അത് ഞാൻ ശോചന്തി പണ്ഡിത അവിടെ വ്യാഖ്യാനിച്ചു പറഞ്ഞു. അതാണ് ആത്മസ്മരണ എന്ന് പറയുന്നത്. അപ്പൊ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആത്മസ്മരണയുണ്ട്, പരമാത്മസ്മരണയുണ്ട്, രണ്ടുമുണ്ട്. ഇതിന്റെ തത്വം അവനറിയാം, അനുഭവം വേറെയാണ്. ആത്മസ്മരണ എന്തിനു വേണ്ടി? അല്ലെങ്കിൽ അവൻ അഭിമാനിച്ചു, വൃഥ ഈ ശരീരാദികളിൽ അഭിമാനിച്ചു. തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശരീരാദികളിലുള്ള അഭിമാനം വരാതിരിക്കാൻ വേണ്ടി കർമ്മയോഗി എന്ത് ചെയ്യുന്നു? തന്റെ യഥാർത്ഥ സ്വരൂപത്തെ സ്മരിക്കുന്നു. ആ സ്മരണയിലും താൻ അജ്ഞനായി, അവിവേകിയായി, വിവേകത്തിനു വേണ്ടിയും ജ്ഞാനത്തിനു വേണ്ടിയും പരിശ്രമിക്കേണ്ടി വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? തന്റെ പരിശ്രമത്തിന് ഫലം നൽകാൻ കഴിവുള്ള ഈശ്വരനെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമുണ്ട്. ആത്മസ്മരണയുമുണ്ട്, ഈശ്വരാരാധനയുണ്ട്. എന്തുകൊണ്ട്? കർമ്മയോഗി തീർത്തും അജ്ഞനല്ല, തീർത്തും വിജ്ഞനുമല്ല. ഇതിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. താൻ മധ്യത്തിലാണ് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ട് കർമ്മയോഗി. അതുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പമില്ല. സഗുണവും നിർഗുണവും തമ്മിലൊന്നും ഏറ്റുമുട്ടലില്ല. സഗുണ ആരാധനയും നിർഗുണ സങ്കല്പവും ഇതും തമ്മിലൊരിക്കലും ഇവിടെ ആശയക്കുഴപ്പങ്ങൾ വരുന്നില്ല. ആത്മാവിന്റെ പരമാർത്ഥ തത്വത്തെ അനുസ്മരിക്കുന്നതുകൊണ്ടൊരിക്കലും അത് ഈശ്വര ആരാധനയ്ക്ക് തടസ്സമാണ്. പക്ഷെ ഇതിലെല്ലാമുള്ള വിവേകമില്ലായ്മ കൊണ്ടാണ് ചിലപ്പോൾ വായിച്ചോ കേട്ടോ എവിടെയെങ്കിലും പറയും എന്താണ് ആത്മാവ് നിരാകാരനാണ്, നിർഗുണനാണ് എന്ന് പറയുമ്പോൾ അയാൾ പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഈശ്വര ഭക്തിയുടെ ആവശ്യമില്ല. ഇത്രയും മനസ്സിലായി കഴിഞ്ഞില്ല. കർമ്മയോഗി പരമഭക്തനുമാണ്. അതുകൊണ്ട് ഇനി നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും വാസ്തവത്തിൽ കർമ്മയോഗിയും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ കർമ്മയോഗിയെ തന്നെയാണ് ഭക്തനെന്നും പറയുന്നത്. അപ്പൊ ചോദിക്കും, ഈ ജ്ഞാനിയും കർമ്മയോഗിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? അവിടെയും വ്യത്യാസമില്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ പറയുന്നുണ്ട് കർമ്മയോഗം, കർമ്മസന്യാസം, ജ്ഞാനനിഷ്ഠ, പിന്നെ ജ്ഞാനി എന്നെല്ലാം പറയും. ഒരു തരത്തില് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. ഇനി ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഭാഗങ്ങളും ഉണ്ട്. അതുപോലെ ഭക്തനും കർമ്മയോഗിയും ജ്ഞാനിയും, അതായത് ഇതിന്റെ എല്ലാ ഭാവങ്ങളും ഒരിടത്ത് വരുന്നുണ്ട്. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. കാരണം കർമ്മയോഗിക്കും തത്വചിന്ത ആവശ്യമാണ്. മനസ്സിലായല്ലോ? അല്ല, ജോലി ചെയ്യുന്നതല്ല കർമ്മയോഗം എന്ന് എന്തായാലും മനസ്സിലായി. അപ്പൊ അവിടെ തത്വചിന്ത, ആരുടെ തത്വചിന്ത? ജ്ഞാനിയുടെ തന്നെ തത്വചിന്ത. കർമ്മയോഗിക്കും ഈശ്വര ആരാധന വേണം. അനുഗ്രഹ ശക്തിയുള്ള ഈശ്വരനെ ആരാധിച്ച് പ്രസാദിപ്പിക്കണം. അത് തന്നെ ഭക്തി. കർമ്മയോഗിയിലുമുണ്ട് ഭക്തി. ഒരു സാധന എന്നുള്ള നിലയ്ക്ക് പോലും ഇതൊന്നും പരസ്പരം വേർപിരിഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴേ ആ സാധന പൂർണ്ണമാകുന്നുള്ളൂ. അങ്ങനെ ഒരു സാധനാ മാർഗത്തെയാണ് ഗീതയിൽ നിർദ്ദേശിക്കുന്നത്. ഓരോ അധ്യായത്തിന്റെ താഴെ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എഴുതിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ സാധനങ്ങൾ വേറെ വേറെയാണ് എന്ന് വരുന്നത്.
അവസാന അധ്യായത്തിൽ ഈ ഭഗവാൻ ഇക്കാര്യം തന്നെ പറയും. പ്രവദന്തിന പണ്ഡിത, മൂഢന്മാർ പറയും ഇതൊക്കെ വേറെയാണ്, പണ്ഡിതന്മാരങ്ങനെ പറയത്തില്ല എന്ന് പറയും. മൂഢന്മാരങ്ങനെ പറയുന്നു, ഇത് വേറെയാണ് അത് വേറെയാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് സംശയം, ശങ്കരാചാര്യൻ പറയുന്നുണ്ടല്ലോ ജ്ഞാനകർമ്മ സമുച്ചയം പാടില്ല, കർമ്മം വേറെയാണ് ജ്ഞാനം വേറെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിന് ശങ്കരാചാര്യന് അവിടെ സമാനം പറയും. ഇപ്പോഴേ നമ്മൾ പറഞ്ഞു, ചിന്തിച്ച് വേർക്കേണ്ട കാര്യമില്ല. ആ ഭാഗവും ശങ്കരാചാര്യ വ്യാഖ്യാനിക്കും. അപ്പോൾ അവിടെ അതിന് സമാനം പറയും. അപ്പോൾ ഇതെല്ലാം പരമാർത്ഥത്തിൽ എന്താണ്? വേർപിരിയുന്നില്ല, ഒന്ന് തന്നെയാണ്. അതിനെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നതാണ് ഒരു സാധകന്റെ വിജയം. അവിടെയാണ് അയാൾ ഈ കർമ്മയോഗം എന്താണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ട് കർമ്മയോഗിയുടെ ഈശ്വര സങ്കല്പത്തിൽ ഇതെല്ലാം വരുന്നു. ഇതെല്ലാം വരുന്നതുകൊണ്ട് അവിടെ ദോഷമൊന്നും വരുന്നു. ചില പറയാറുണ്ട്, എന്നോട് ഇവിടെ വരുമ്പോൾ തന്നെ ചിലർക്ക് പറഞ്ഞു, ഇവരെ അദ്വൈതമൊന്നും പഠിപ്പിച്ചു കളയരുത്, ഇപ്പൊ തന്നെ ധിക്കാരികളാണ്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിർഗുണമാണെന്ന് കരുതി അഹങ്കാരം വന്ന് നശിച്ചു, അപകടമൊന്നും ഉണ്ടാക്കരുത്. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപകടമുണ്ടോ? ഇന്ന് തന്നെ ഈ പണി നടത്തിക്കാം, യാതൊരു പ്രയാസമില്ല. ഇതുവരെ ശങ്കരാചാര്യർ പറഞ്ഞതിന് ഞാൻ വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ചെന്നാണ് എന്റെ ഒരു തോന്നൽ. എവിടെയെങ്കിലും അപകടമുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യന് അഹങ്കാരം വരുന്നതോ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യം വന്നിട്ടുണ്ടോ? ഈ പണി നിർത്താം, ഈ വാദ്യാര് പണി വേണ്ടെന്ന് വയ്ക്കാം. അങ്ങനെ വരത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഈ പറയുന്ന ആളിന് എന്താണ് പറയുന്നതെന്ന് ശരിക്കും ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത കാര്യം ആരെയും ബോധിപ്പിക്കാറില്ല. അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗീതയുടെ ഉപദേശം പോകുന്നത്. പിന്നെ അതേപടി നമ്മൾ ഉൾക്കൊള്ളാത്തതിൽ വരുന്ന ആശയക്കുഴപ്പങ്ങളാണ് പറയുന്നത്. മനസ്സിൽ തോന്നുന്നത് അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോകും. അത് മനസ്സിലാക്കാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാക്കും. അദ്വൈതം കൊണ്ടുണ്ടാകുന്ന അഹങ്കാരം അത് നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഈ ഭക്തി കൊണ്ടുണ്ടാകുന്ന അഹങ്കാരം സഹിക്കാൻ ഒക്കത്തില്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട് പുരാണങ്ങളിലും മറ്റും. ഭക്തി പോലെ അപകടം ചെയ്യുന്ന ഒന്നുമില്ല. പലരും ധരിച്ചിരിക്കുന്ന തിരിച്ചാണ്. ഭക്തിയോടുള്ള ഒരു പ്രതിപത്തി കൊണ്ട് പറയും ഭക്തി അപകടം കുറഞ്ഞൊരു കാര്യമാണ്. അല്ല, ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. ഭക്തിയിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷിക്കാൻ ആരുമില്ല. കാരണം ബുദ്ധിക്ക് എന്തെങ്കിലും കേടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാം, ബുദ്ധിയുണ്ട്. ഹൃദയത്തിന് തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല, ഓപ്പറേഷനും ഒന്നും വിജയിക്കത്തില്ല ഇവിടെ. അതുകൊണ്ട് ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭക്തി. അപ്പൊ ഏത് മാർഗത്തിലായാലും ശരി, അപകടം എന്ന് ചിന്തിച്ചാൽ എല്ലാത്തിനും ഉണ്ട്. ഏത് രീതിയിൽ നമ്മളതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു കർമാണി കേവലം ഈശ്വരാർത്ഥം, ഈശ്വരാർത്ഥമായി ചെയ്യുക, ഈശ്വര ആരാധന രൂപത്തിൽ ചെയ്യുക, ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നാണ് തത്രാവി അടുത്ത ഭാഷ്യത്തിൽ പറയുന്നത്. നോക്കുക, ഈശ്വരോ മേ തുഷ്യതു ഇതി സംഘം തെക്വ, ഈശ്വരൻ എന്നിൽ അനുഗ്രഹം ചൊരിയട്ടെ. ഇതുപോലും കർമ്മയോഗിക്ക് ആസക്തിയില്ല. അക്കാര്യത്തിൽ പോലും കർമ്മയോഗിക്കൊരു ദുരാഗ്രഹമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗത്തിന് കർമ്മയോഗിയെ പ്രേരിപ്പിക്കുന്നത് ആഗ്രഹമല്ല, വിവേകമാണ്.
സാധാരണ മനുഷ്യനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് വിവേകമല്ല, ആഗ്രഹമാണ്. അതുകൊണ്ട് കർമ്മയോഗിക്ക് തത്വം അറിയാം എന്താണോ, ഇന്നത് ചെയ്താൽ ഇന്നതുണ്ടാവും. നിഷ്കാമ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി അവശ്യം ഭാവിയാണ് ചിത്തശുദ്ധി, ഈശ്വരപ്രസാദം. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കണ്ട, ദൃഢമായ ആഗ്രഹം. അത് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ അനുഗ്രഹിക്കണേ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പൊ ആ ആഗ്രഹം, ആ പ്രാർത്ഥനയിൽ വരുന്ന ഒരാഗ്രഹം എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കാറുണ്ട്, അനുഗ്രഹിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പ്രാർത്ഥനയിൽ വരുന്ന അനുഗ്രഹ പ്രാർത്ഥന, അവിടെ ഒരു അർത്ഥനയുണ്ട് മനസ്സിൽ. അനുഗ്രഹം ഉണ്ടാകണം, ആഗ്രഹമാണല്ലോ അത്. ആ അർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹമാണ്. അതും തെറ്റാണ്, ഒരിക്കലും തെറ്റല്ല. ആ പ്രാർത്ഥന എങ്ങനെ പരിണമിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, അതൊരാഗ്രഹം തന്നെയാണ്. അപ്പോൾ മനസ്സിൽ വളരെ തീവ്രമായി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ മനസ്സിൽ തീവ്രമായ ആഗ്രഹം വരും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്നുള്ളത്. പറയണ്ടോ, മനസ്സിൽ ഉത്കടമായ ആഗ്രഹം വരണം, തീവ്രമായ ആഗ്രഹം വരണം, ഈശ്വരപ്രാപ്തിക്ക് എന്നെല്ലാം ഭക്തിശാസ്ത്രങ്ങളിലും മറ്റും പറയും. അപ്പോൾ അത്തരം ആഗ്രഹങ്ങൾ, തീവ്രമായ ഉത്കടമായ ആ തീവ്രത, അതിനെന്നെ ഇവിടെ നിഷേധിക്കുന്നു. ഈശ്വരോ മേ തുഷ്യതു ഇത് സംഘം തെക്വ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ തീവ്രമായ ആഗ്രഹം? ഈശ്വരേച്ഛയ്ക്കുള്ള, അതിൽ പറയുന്ന മുമുക്ഷത്വം. ആ തീവ്രമായ ആഗ്രഹം ഒരുവനിലിരിക്കെ തന്നെ അവിടെയും അയാൾ അസംഗനായിരിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം വരുന്നത് എന്താണ്? ഒരാൾ തീവ്രമായ മുമുക്ഷത്വമുണ്ട്, പക്ഷെ അതിൽ ശക്തിയുണ്ടെങ്കിൽ അയാൾ നിരാശപ്പെട്ടുകൊണ്ടിരിക്കും. അയാളുടെ നിരാശയുണ്ടാവും. ആസക്തി നിരാശ ഉണ്ടാക്കുന്നു. തീവ്രമായ ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ട്, അതിൽ ആസക്തി ഇല്ലെങ്കിൽ നിരാശ വരുന്നില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു മുമുക്ഷു അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സങ്കല്പത്തിലുള്ളതാണ് മോക്ഷപ്രാപ്തി, ഈശ്വരപ്രാപ്തി എന്നൊക്കെ പറയുന്നത്. അതൊരു പ്രത്യാശാ രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഇത് ഏതുവരെ ഇത് കൊണ്ടുപോകണം? ഈ പ്രത്യാശ നിലനിർത്തണം. അത് അയാൾ അനന്തകാലത്തിലേക്കും വച്ചിരിക്കുകയാണ് ആ പ്രത്യാശ. അതിന് കാലപരിധിയൊന്നും വച്ചിട്ടില്ല. ഏതുവരെ വേണോ അത് നിലനിർത്തുന്നതിനുള്ള ക്ഷമത ആ വ്യക്തിയിലുണ്ട്. അതാണ് സംഘമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. സംഘം വന്നു കഴിഞ്ഞാലോ? സംഘം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇച്ഛാഭംഗം വന്നുകൊണ്ടിരിക്കും. അതായത് ഒരാൾ എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങളൊക്കെ ചെയ്തു, അയാൾ അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നില്ല, ഉടനെ അയാൾ നിരാശനാകും. അതാണ് സംഘത്തിന്റെ അടയാളം. അയാൾ ചിന്തിക്കുമോ, ഈ ജന്മം മുഴുവൻ പരിശ്രമിച്ചാലും ഗുണം ഉണ്ടാകത്തില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ച് സ്വയം നിരാശപ്പെടും. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും ഒരു ഉദാഹരണം, ഒരു കഥ, അത് പറഞ്ഞ് മനസ്സിലാവും. ഒരു ഭക്തൻ നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എത്ര ജന്മം കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ കഴിയും? അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കാണിച്ചിട്ട് ഇതിൽ എത്രമാത്രം ഇലകളുണ്ടോ അത്രയും, എന്നുവെച്ചാൽ അനന്തകാലം എന്ന് പറയുമ്പോൾ അയാൾ നിരാശപ്പെടുന്നു.
അവർ വലിയ തത്വത്തെ കാണിക്കണം. അതാണ് ഇവിടെ പറയുന്നത് ആഗ്രഹവും ആസക്തിയും തമ്മിലുള്ള വ്യത്യാസം. അയാൾ ആസക്തി ഉണ്ടായിരുന്നു, ആഗ്രഹവും ഉണ്ടായിരുന്നു. അയാൾ നിരാശപ്പെടുത്തി. എന്താണ്? ഇച്ഛാഭംഗം ഉണ്ടായി. പക്ഷെ വേറൊരാളിനോടത് പറയുന്നു. അവിടെ നിന്ന് പുളിയലയാണെന്നാണ് പറയുന്നത്. എണ്ണമില്ലാത്ത ഇരകളാവുകയുള്ളൂ. അപ്പൊ അത്രയും അനന്തകാലം എന്നുള്ള അർത്ഥത്തിൽ അത് പറയുമ്പോൾ അയാൾ ഉടനെ ആശ്വസിക്കുന്നു. അപ്പോൾ അനന്തകാലം കഴിയുമ്പോൾ എനിക്കത് പ്രാപ്തമാകും, ഇച്ഛാഭംഗം വരുന്നില്ല. അനന്തകാലം കൊണ്ടത് പ്രാപ്തമാകും എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് അനന്തകാലം വർത്തമാന ക്ഷണത്തിലേക്ക് ചുരുങ്ങി എന്നാണ് പറയുന്നത്. അയാൾ എന്താണോ അനന്തകാലത്തിന് ശേഷം പ്രാപിക്കാൻ ആഗ്രഹിച്ചത് അയാൾക്ക് ആ ക്ഷണത്തിൽ തന്നെ കൈവന്നു എന്നാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരിടത്ത് ആസക്തി ഉണ്ടായിരുന്നു, മറ്റൊരിടത്ത് ആസക്തി ഇല്ലായിരുന്നു. അപ്പൊ ആഗ്രഹം എന്ന് പറയുന്നിടത്ത് തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് സംഘം തെക്വ, ആ സംഘമില്ലാതെ. അപ്പൊ നമ്മുടെ സാധാരണ ആഗ്രഹത്തെ ഈ സംഘരഹിതമായ ആഗ്രഹമായി പരിണമിപ്പിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് കർമ്മയോഗി ചെയ്യുന്നത്. അപ്പൊ കർമ്മയോഗിയിലും ഉണ്ടൊരു പ്രത്യാശ. പക്ഷെ അവിടെ കാലപരിധിയില്ല അതിന്. ഇന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് സാധിക്കണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ വളരെ പരിമിതപ്പെടുത്തുകയാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന മാർഗത്തിന്റെ മഹത്വത്തെ പരിമിതപ്പെടുത്തുന്നു. മനസ്സവിടെ സങ്കുചിതമായി പോകുന്നു. ആ മനസ്സിൽ ഇച്ഛാഭംഗം വരും. സാധനയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി തീരും. മറിച്ച് ഈ ഒരു സ്ഥൈര്യം മനസ്സ്, ദാർഢ്യം നാരദ മഹർഷി ഉപദേശിച്ചപ്പോൾ ആ ശ്രോതാവിന് തോന്നിയ ദാർഢ്യം, അതായത് അനന്തകാലങ്ങൾക്ക് ശേഷം എന്നെങ്കിലും ഒരിക്കലും ഇത് കരഗതമാകും എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സതിന്റെ ആ സ്ഥൈര്യത്തിന്റെ, ചിത്തസ്ഥൈര്യത്തിന്റെ പരമാവധിയിലെത്തി. പിന്നെ അയാൾക്ക് പിന്നെ കാലം കാത്തിരിക്കേണ്ടതായിട്ട് ശേഷിക്കുന്നില്ല. ഈ ഒരു മനോഭാവമാണ് സംഘത്യാഗം എന്ന് പറയുന്നത്. ആ സംഘം തെക്വ ഹേ ധനഞ്ജയ കുരു കർമാണി, കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ കർമ്മയോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അത് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ശ്ലോകത്തിലേക്ക് നോക്കുക. യോഗസ്ഥകുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.